മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ നമ്മുടെ മത്സരം ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ ഒരു ചെറിയൊരു ചടങ്ങ് ഇവിടെ ബാക്കിയുണ്ട്. എനിക്കൊരു പാട്ടൊന്നല്ല ഇത്ര നേരം നമ്മൾ കണ്ടോണ്ടിരുന്നേ. ഡാൻസ് അതിന്റെ കൂട്ടത്തിൽ കാണുന്നില്ലേ? ഇപ്പൊ നമ്മൾ വേറെ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിക്കുക. ഒരാളുടെ ബർത്ത്ഡേ ആണ്. ഇന്നാണോ? ഡേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒരാളാണ്. എന്റെ അമ്മുവിന്റെ അമ്മ. ആ ചേച്ചി, ഞങ്ങൾ അങ്ങനെ ബർത്ത്ഡേ അറിയില്ല, നമ്മൾ ആഘോഷിക്കില്ല എന്നൊക്കെ കരുതിയോ? ഞാൻ അങ്ങനെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ല ഡേ. ആ ചേച്ചി ആഘോഷിക്കില്ലായിരിക്കും, പക്ഷെ ഞാൻ ആഘോഷിക്കും, നമ്മുടെ പ്രേക്ഷകർ ആഘോഷിക്കും, ഞങ്ങൾ എല്ലാവരും ആഘോഷിക്കും. കാരണം അമ്മുവിന്റെ അമ്മയാണ്. ഓ അങ്ങനെ. അല്ല ആ ചേച്ചി, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ബർത്ത്ഡേ ആണ്, ഇപ്പൊ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ബർത്ത്ഡേക്ക് കിട്ടിയ സർപ്രൈസുകളിൽ ഏറ്റവും ഇപ്പൊ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സർപ്രൈസ് എന്താണ്? അല്ല, എന്റെ ബർത്ത്ഡേയിൽ എനിക്ക് ഏറ്റവും ഓർമ്മയുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞത്, ഞാൻ ചെറിയ കുട്ടിയാണ്, ഏത് ക്ലാസ്സിലാണ് പഠിക്കണമെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഒരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുകയായിരിക്കുന്നു, 4ാം ക്ലാസ് 5ാം ക്ലാസ്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ മാങ്ങ പോലത്തെ പാദസ്വരം വേണം, നിറച്ച് മണിയുള്ളത്. അപ്പൊ എന്റെ പിറന്നാളാണ് പിറ്റേ ദിവസം. അപ്പൊ ഞാൻ കിടന്നുറങ്ങി, അച്ഛനത് വാങ്ങിച്ചു തന്നില്ല. അപ്പൊ ഞാനിങ്ങനെ വിഷമിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ നടക്കുമ്പോൾ കാലിലിങ്ങനെ കിലുങ്ങുന്ന പാദസ്വരം, അച്ഛൻ ഉറങ്ങുന്ന സമയത്ത് എന്റെ കാലില് ആ പാദസ്വരം വിട്ടു തന്നിട്ടുണ്ടായിരുന്നു രാത്രി. അതാണ് എന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓർമ്മ. ഈ ഒരു സർപ്രൈസ് സ്റ്റോറി ഒക്കെ പറഞ്ഞപ്പോ ഞങ്ങൾക്കൊരു ആഗ്രഹം, ആശ ചേച്ചിക്ക് ഒരു സർപ്രൈസ് തരണം. അപ്പൊ കണ്ണടച്ചോളൂ, ഒരു ചെറിയ കൗണ്ട് ഡൗൺ ഉണ്ട്. 6, 5, 4, 3, 2, 1. തുറന്നോളൂ, കണ്ണു തുറന്നോളൂ. എന്താ? ആശാശരത്തിലെ ശരത്തെത്തിയിരിക്കുകയാണ് ഇവിടെ. ആ ചേച്ചി, സർപ്രൈസ് ഇഷ്ടപ്പെട്ടോ? വല്ലാത്തൊരു സർപ്രൈസ്. വല്ലാത്തതോ? ശരത്തേട്ട എന്താണ് പറയാനുള്ളത്? അല്ല, നല്ല സന്തോഷമുണ്ട്. ഞാൻ ഈ ഫ്ലവേഴ്സ് ചാനൽ ഇത് കണ്ടുകൊണ്ടിരിക്കണ്ടായിരുന്നു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, വളരെ നന്നായി ഓർഗനൈസ്ഡ് ആണ്. ഓരോ എലിമിനേഷൻ റൗണ്ടില് എന്റെ ഹാർട്ട് ബീറ്റ് ആണ് കൂടണേ. ഇറ്റ്സ് വെരി വെൽ ഡൺ. ഈ എലിമിനേഷൻ റൗണ്ടില് റീസെന്റ് ഒരു സുന്ദരി കുട്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നില്ലേ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ. എന്റെ ലൈഫിൽ ഇത് നല്ലോണം ആപ്ലിക്കബിൾ ആണ്. ജീവിതം മൊത്തം ഒരു റോളർ കോസ്റ്റർ റൈഡ് മാതിരി പോകുന്ന സമയത്ത്, സന്തോഷമുള്ള സമയത്ത് ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. ബുദ്ധിമുട്ടുള്ള ടൈം എല്ലാം വരുമ്പം കൂടെ ആകെ നിഴല് പോലെ നിന്നത് എൻ്റെ വൈഫ് ആശ മാത്രം, എൻ്റെ ഫാമിലിയും. A very good wife to me, a very good mother to daughters, a very good daughter to her mother, and a very good sister to her brothers and to my sister also. Love you a lot. ശരത്തേട്ടന് ചിലപ്പോൾ ഒരു ഭാഗ്യം കൈവന്നു എന്ന് വരും. ശരത്തേട്ടന്റെ റൈറ്റ് സൈഡിൽ ഒരാൾ ഒരുപാട് വെമ്പൽ കൊള്ളുകയാണ് ഒരു സത്യം പറയാൻ വേണ്ടി. എനിക്ക് ആ വീട്ടിലെ കഥകളൊക്കെ കേട്ടപ്പോ എന്നാ ആ വലുതാലെടുത്ത് വെക്കുന്നതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ലുക്കിംഗ് ഫോർവേഡ്. ഇനി എന്ത് വേണം? ഹാപ്പി ബർത്ത്ഡേ വിഷസ്. താങ്ക് യു സോ മച്ച് ചക്ര. താങ്ക് യു സോ മച്ച്. എപ്പോഴും ഈ many happy returns of the day. Thank you മോളെ. Thanks so much. ചേച്ചി, ശരിക്കും ചേച്ചി ഞങ്ങൾക്ക് ഇവിടെ ഒരു ചേച്ചി മാത്രല്ല, ഒരു ഫാമിലി മെമ്പർ, മോർ ദാൻ എ ഫാമിലി മെമ്പർ. ലോട്ട്സ് ഓഫ് ലവ് ചേച്ചി. താങ്ക് യു സോ മച്ച്. 30 വർഷമായി കൈ പിടിച്ചിട്ട് ഞാൻ. Many happy returns of the day ചേച്ചി. താങ്ക് യു മോളെ. താങ്ക് യു സോ മച്ച്. ശരത്തേട്ടാ, how did this happen? Like എങ്ങനെ വന്നു? You didn't know? ചേച്ചിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു? No, I didn't know. അപ്പം ഇതൊരു ഫുൾ പ്ലാനിങ് ആയിട്ട് ഫ്ലവേഴ്സ് ചാനലിന് എന്നെ കോൺടാക്ട് ചെയ്തിട്ട്
അപ്പൊ ഇന്ന് ചേച്ചി ഷൂട്ടിന് വന്നപ്പോ യു ഡിഡ്ന്റ് ടെൽ her? നോ ഷി ഡിഡ്ന്റ് നോ അറ്റ് ഓൾ. കള്ളനാണ്. ഞങ്ങള് ഫുൾ പ്രണയകഥയൊക്കെ കേട്ടു. എന്തോ കെസറ്റില് റെക്കോർഡ് ചെയ്ത് പാട്ട് അയച്ചുന്നോ? അതെ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ പറഞ്ഞു. അത് ഈ ശബ്ദം ഇത്ര മോശം ശബ്ദമായതിന്റെ ജനറലി പാടാൻ പറ്റൂല. ആ കൂട്ടത്തിൽ എനിക്ക് അന്ന് കോൾഡും പനിയും ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കാസറ്റ് റെക്കോർഡ് ചെയ്ത് ആശയ്ക്ക് അയച്ചു. ഇപ്പം ആശ ചേച്ചിക്ക് എങ്ങനെയാ പാട്ട് ഇഷ്ടപ്പെട്ടിരുന്നോ? പിന്നെ ആശ ബ്ലാക്കില് ആ കാസറ്റ് വിറ്റു. അടുത്ത ഒരു സർപ്രൈസിലോട്ട് കിടക്കുവാണ്. ഒരു ആരാധിക, ഒരു ചെറിയൊരു ആരാധിക ആ ചേച്ചീനെ ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണം എന്ന് വലിയൊരു ആഗ്രഹം നമ്മളോട് പറഞ്ഞു. അപ്പൊ ആ ഒരു ആരാധികയെ നമ്മളിവിടെ കൊണ്ടുവരുവാണ്. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ നേരെ നോക്കിക്കോളൂ. കൊച്ചുകുട്ടിയാ? ചെറിയ കൊച്ച, കണ്ണോർന്നോളൂ. കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ, ഞാനും ഈ അമ്മയ്ക്ക് പൊന്നുണ്ണി. അമ്മ എത്തിയിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? എന്താ പറയണ്ടേ ഡെയിൻ, എനിക്കറിയില്ല. വലിയ സന്തോഷം. അമ്മ, നമ്മള് ഇങ്ങനെ സർപ്രൈസ് ആക്കിയിട്ടാണ് രണ്ടുപേരും കൊണ്ടുവന്നത്. അപ്പോ ആ ചേച്ചി വിളിക്കൊക്കെ ഉണ്ടായോ ഇന്ന്? തിരിച്ചു വരുന്നവരെ വിളിക്കാറൊന്നുമില്ല അങ്ങനെ. ആഹാ, അല്ല അപ്പോ ഇന്ന് വരുന്ന കാര്യം പറയണമെന്ന് ഉള്ളില് തോന്നിയിരുന്നോ? സാധാരണ വരുമ്പോ ഏത് സാരി ഉടുക്കണം എന്നൊക്കെ പറയാറുണ്ടെന്നൊന്നും പറഞ്ഞാനും ഒന്നും വരുന്നൊന്നും അറിയില്ലല്ലോ. ഒന്നും പറയില്ല. എനിക്ക് തോന്നണത് ഒരെണ്ണം ഉടുത്തിട്ട് വന്നിട്ടുണ്ട്. ഒന്നും എനിക്കറിയില്ല. ഇതെന്റെ അമ്മ മാത്രല്ല കേട്ടോ, എന്റെ ഗുരു കൂടിയാണ്. ജീവിക്കാൻ പഠിപ്പിച്ചതും നൃത്തം പഠിപ്പിച്ചതും എല്ലാം എന്റെ അമ്മയാണ്. ആശ ചേച്ചി സർപ്രൈസുകൾ തീരുന്നില്ല. ഇനി എന്താ ഉള്ള 2 സർപ്രൈസും കഴിഞ്ഞു. ഉത്തരയും കീർത്തനയും വരട്ടെ. ആഹാ, ഹലോ, നമസ്കാരം. നമസ്കാരം. ഷോഡേനെ ഓ, കീർത്തന വിഷ്വലില്ല, വിഷമായി പോയി. സാരല്ല, കുഴപ്പമില്ല. ഉത്തരം ഉണ്ടല്ലോ, ചേച്ചി ഉണ്ടല്ലോ. ചേച്ചി ഞാനാണോ ചേച്ചി? ഹലോ. അതായത് കീർത്തനയുടെ ചേച്ചിയാണല്ലോ. എനിക്ക് മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. എന്താ അമ്മുന്റെ അമ്മ എന്നൊക്കെ കേൾക്കണ്ടായിരുന്നു. ഇനിയിപ്പോ കാരണവരായിട്ട് സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. കാരണവന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഇവര് സംസാരിക്കട്ടെ. ഓക്കെ, ആശ ചേച്ചി. കീർത്തന വന്നിട്ടുണ്ട്. കീർത്തന നാണം വന്നില്ല. നാണിക്കണോന്ന് അവള്. ഹലോ. അമ്മുന്റെ അമ്മ എന്നെ പരിചയപ്പെടുത്തു. ഇതാണ് അമ്മു ഞാൻ പറയാറുള്ള ഡെയിൻ കേട്ടോ. ഹായ് ഡേ. ഹായ്. നമുക്ക് ആലോചിച്ചാലോ അമ്മു? അത് നമുക്ക് പിന്നെ ആലോചിക്കാം. ഡേനിന് നല്ല സ്റ്റൈൽ സെൻസ് ഒക്കെ ഉണ്ട്, അപ്പൊ നോക്കാം. ഓക്കെ, താങ്ക് യു അമ്മു. അമ്മുന്റെ ഭാഗത്ത് ഇത് പോസിറ്റീവാ. ഓക്കെ. മമ്മി ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു ശക്കരേ. താങ്ക് യു ആവേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു കണ്ണാ. അമ്മ ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, അപ്പൊ എന്തായാലും ആശേച്ചിയുടെ ഫുൾ ഫാമിലിയെ നമ്മൾ ഈ വേദിയിൽ എത്തിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ബർത്ത്ഡേ ആഘോഷിക്കണ്ടേ? അപ്പോ കേക്ക് വരട്ടെ, സംഗീതം വരട്ടെ. അപ്പൊ എന്തായാലും ആ കേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ആശേച്ചിയുടെ ഫ്രണ്ട്സ് എത്തിയിരിക്കുകയാണ്. ഫുൾ ഫാമിലി ഇവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ മ്യൂസിക് ബാൻഡിന്റെ ഒരു ചെറിയ ഡെഡിക്കേഷൻ ആയാലോ? തീർച്ചയായിട്ടും.
മ്യൂസിക് ഇഷ്ടപ്പെട്ടല്ലോ. നമുക്ക് ഇനി കേക്ക് കട്ട് ചെയ്താലോ? അശേഷി പ്ലീസ്. Happy birthday to you. Happy birthday, Asha Ji. Happy birthday to you. May God bless you. May God bless you. Happy birthday, happy birthday, happy birthday, Asha Ji. Happy birthday, Asha Chechi. Ram bam bam, aram bam, bam bam bam, perin bam. Ram bam bam, aram bam, bam bam bam, perin bam. 7-8 നാட்களாச்சு கண்ணே உன்மீது ஏக்கம் கொண்டு தூங்கவில்லை கண்ணே. 7-8 நாட்களாச்சு கண்ணே உன்மீது ஏக்கம் கொண்டு தூங்கவில்லை கண்ணே. ராகுகாலம் ஓடி போச்சு, ராஜயோகம் ஓடி போச்சு. ரம்பம்பம் ஆரம்பம் பம் 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 பேரின்பம். ரம்பம்பம் ஆரம்பம் பம் 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 பேரின்பம். ഞാൻ ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാത്ത ഒരാളാണ്. അതെന്താന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് ഹാപ്പിനെസ് മാത്രം ഉണ്ടായിരുന്ന ഒരാളാണ്. ആ ഹാപ്പിനെസ്സിൽ ഇങ്ങനെ ദൈവത്തിന് ചെറിയൊരു കുശുമ്പ് തോന്നിയിട്ടാവും ആ സന്തോഷത്തിൽ നിന്ന് 2-3 പേരെ ഇങ്ങനെ അടർത്തിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കായി പോയെന്നൊരു ഫീൽ എനിക്ക് എപ്പോഴും ഉള്ള ഒരാളാണ് ഞാൻ. എൻ്റെ 2 കൂടപ്പിറപ്പുകൾ പറന്ന് ഭഗവാനിലേക്ക് ചേർന്നവരാണ്. ഞാനും എൻ്റെ അമ്മയും ശരത്തേട്ടനും മക്കളും മാത്രമാണ് ഉള്ളത്. ഇപ്പം സത്യത്തിൽ എനിക്ക് കുറേ മക്കളെയും കുറേ കൂടപ്പിറപ്പുകളെയാണ് നിങ്ങൾ സമ്മാനിച്ചത്. ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. ബൈ. ബൈ. ബൈ ഡേൻ. ബൈ. ഇല്ല പെട്ടതേ. താങ്ക് യു. അപ്പൊ എന്തായാലും ജഡ്ജസ് ചോയ്സിലാണ് നമ്മുടെ അടുത്ത മത്സരാർത്ഥി മത്സരിക്കാനായിട്ട് വരുന്നത്. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. കീർത്തന. ഇന്ന് ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത് ജഡ്ജസ് ചോയ്സ് റൗണ്ടിലാണ്. അപ്പോൾ കുറച്ച് പാട്ടുകളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഏത് പാട്ടാണ് കിട്ടുകയെന്ന് അറിയില്ല. നമ്മൾ സ്റ്റേജിൽ നിന്നാണ് ഏത് പാട്ടാണ് പാടേണ്ടതെന്ന് അറിയാൻ പറ്റുക. അപ്പോൾ ഏത് പാട്ട് തന്നെ ആയാലും എനിക്ക് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യണം. എല്ലാവരും പ്രാർത്ഥിക്കണം. കീർത്തന പച്ച പിടിച്ചിട്ടാണല്ലോ വന്നിരിക്കുന്നത്. സുന്ദരിയായിട്ടാണ്. എന്തൊരു നല്ല ഭംഗിയുള്ള ഡ്രസ്സ്. ഇതെന്താ സ്വന്തം ഡിസൈൻ ചെയ്തതാണോ? ഡിസൈൻ ചെയ്തത് ഞാനാണ്. പക്ഷെ സ്റ്റിച്ച് ചെയ്തത് അമ്മ സ്കൂളിലാണ് വർക്ക് ചെയ്യണേ. അപ്പൊ അമ്മയുടെ പാരന്റ് ഉണ്ട്. അമ്മയുടെ ക്ലാസ്സിലെ കുട്ടിയുടെ ജഡ്ജസിന്റെ ചോയ്സിനനുസരിച്ച് പാടാൻ റെഡി ആണല്ലോ? റെഡിയാണ്. അപ്പൊ പാട്ടാണോ പണിയാണോ കിട്ടാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ബോക്സ് വരട്ടെ അല്ലേ? ബോക്സസ് പ്ലീസ്. ഓക്കെ, 5 ബോക്സ് ഉണ്ട്. ഈ 5 ബോക്സുകളിൽ നിന്ന് നമ്മുടെ ഏതെങ്കിലും ഒരു ജഡ്ജ് ഒരു ബോക്സ് സെലക്ട് ചെയ്യും. ആശ ചേച്ചി, ഈ പ്രാവശ്യം ആശ ചേച്ചിക്ക് ഈ അവസരം തന്നിരിക്കുകയാണ്. ഒരു ബോക്സ് സെലക്ട് ചെയ്തോളൂ. 1. പ്ലീസ് ഓപ്പൺ ബോക്സ് നമ്പർ 1. ഇത് വല്ലാത്ത പണി. അപ്പൊ എന്തായാലും പാട്ട് പാടുന്നതിന് മുമ്പ് ഒരു ചെറിയ പണി, അത് നിർബന്ധ. ഒരു പണിയായാലോ? അപ്പൊ എന്താ പണി നോക്കാം. എന്താണ് പണി? പെണ്ണ് കാണൽ. ആഹാ. അപ്പൊ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്. അല്ല, പെണ്ണ് കാണൽ എന്ന് പറഞ്ഞാൽ വീട്ടുകാരൊക്കെ വേണ്ടേ? അതോ അമ്മാവനോ? വീട്ടുകാരാണ് ആശ ചേച്ചിയും മഞ്ചേരിയും. ഉണ്ടല്ലോ. ഞാനുണ്ട്. അമ്മാവൻ. ഞാൻ കൊച്ചച്ഛൻ. അമ്മാവനോ? ഓക്കെ. അപ്പോ റെഡിയാണല്ലോ? റെഡിയാണ് പ്രേക്ഷകരെ. അപ്പൊ നമ്മൾ ഈ ഒരു വേദി പെണ്ണുകാണൽ ചടങ്ങിന് വേണ്ടി ഒരുക്കുകയാണ്. വെച്ചോളാ, ഇവിടെ വെച്ചോളാ.
ഇതെല്ലാം എൻ്റെ മോള് കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ ജിലേബി, ബിസ്ക്കറ്റ്, ലഡു ഒക്കെ. ചോദിച്ചില്ലല്ലോ. ബിസ്ക്കറ്റ് ഉണ്ടാക്കി. ബിസ്ക്കറ്റ് ഉണ്ടാക്കി. പിന്നെ ഒരു സംശയം ഇപ്പൊ തന്നെ തീർക്കാം. ചെക്കൻ ഞാനല്ല, ഇതാണ്. അല്ല, അത് ഞങ്ങൾക്ക് കണ്ട പയ്യനെ പോലെ തോന്നുമെങ്കിൽ ഈ മുതുക്കനാണ് ചെക്കൻ. അയ്യോ, അമ്മാവനാണെന്നാ വിചാരിച്ചു. അമ്മാവനല്ലേ? അല്ലല്ലോ, കൊച്ചച്ഛനാ. ഞാൻ കൊച്ചച്ഛൻ. ഓ, ഏതോ പ്രായമുള്ള ബന്ധുവാണെന്ന് മനസ്സിലായി. കണ്ട പ്രായം തോന്നില്ല. കല്യാണം വേണ്ടേ? മിണ്ടാണ്ടിരിക്കും കേട്ടോ. മോൻ കഴിക്കും കേട്ടോ. ചേട്ടന് ഷുഗർ ആയിരിക്കും അല്ലേ? ഇല്ല ഇല്ല ഇല്ല, കുഴപ്പമൊന്നുമില്ല. കഴിച്ചോളൂ കഴിച്ചോളൂ. അമ്മയാണോ? കുറച്ച് വായാടിയാ. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും അങ്ങനെ, പക്ഷെ മോൾ അങ്ങനെയല്ല കേട്ടോ. ശ്രദ്ധിക്കണം. അതെ, ഒന്നും പറയല്ലേ, ചോദിച്ചോളാ. എന്ത് ചെയ്യുന്നു? ഞാനിവിടെ നിൽക്കുന്നു. അവിടെ ഇരുന്നോളാ. ഞങ്ങള് എല്ലാവർക്കും ഒരേപോലെ സ്ഥാനം കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാ. ഇത് ആരുണ്ടാക്കിയതാന്ന് പറഞ്ഞേ? ഞാൻ ഉണ്ടാക്കിയത്. മോശമായിട്ടുണ്ട്. ഏതുവരെ പഠിച്ചു? ഞാൻ MSc വരെ. 10 തോറ്റു. മിടുക്കനാ. തോറ്റെങ്കിലും നല്ല ജോലിയുണ്ട്. എന്താ ജോലി? ദുബായിലാണ്. അല്ല, ദുബായിൽ എന്താ ജോലി മോനെ? അല്ല, ദുബായില് ജോലിയാണല്ലോ, അതാണല്ലോ ഏറ്റവും വലുത്. പള്ളിയുണ്ടല്ലോ. ഞങ്ങളുടെ വീട്ടിൽ ആ കൂടി പണിക്ക് പോകണ ഒരു ചെക്കനാ. അതെ അല്ലേ? ഓക്കെ. അപ്പൊ കൊച്ചച്ഛൻ്റെ എന്താ ജോലി? അവൻ പണിയൊന്നുമില്ല. അതെ, ഇവനൊക്കെ കെട്ടിക്കാന്ന് പറയുന്ന ഒരു പണിയാണല്ലോ. ഇത് എത്രാമത്തെ പെണ്ണ് കാണല? ഇതോടുകൂടി ഹാഫ് സെഞ്ചുറി അടിച്ചിരിക്കുക. ഹാഫ് സെഞ്ചുറി കഴിഞ്ഞ ആഴ്ച തികഞ്ഞാണോ? കൈന്നിടാൻ പഠിച്ചിരിക്കണ കുട്ടി. പറഞ്ഞോളാം. പാട്ട് പാടുവോ? ഞാനോ? കുട്ടി പാടോന്ന് ചോദിക്കാം. കുട്ടി പാടുവോ? ഞാൻ ചെറുതായിട്ടൊക്കെ പാടും. മോള് നല്ലോണം പാടും. ഈ അമ്മായിക്കൊന്നും പറയാനില്ലേ? മൈ നാണാ. അതെ, അമ്മയുടെ കല്യാണം കഴിഞ്ഞാണോ? കഴിഞ്ഞതാണ്. ഓഹോ, എന്റെയും കഴിഞ്ഞതാ. ചെക്കനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ആ അയൽവക്കത്തെ വീട്ടിലെ ആൾക്കാരോട് ചോദിക്കണ്ട. എന്താണ് ഒരു ലഡ്ഡു കൊടുത്താൽ തിരിയണ ആൾക്കാരാ. മാറ്റി പറയും. പറയുന്നോണ്ടൊന്നും തോന്നരുത്. ചെക്കനും പെണ്ണും വേണമെങ്കിൽ മാറി നിന്ന് സംസാരിച്ചോട്ടെ. നല്ല കാര്യമാണ്. നമ്മളിവിടെ നിന്ന് പുഴകണ്ടല്ലോ. എന്റെ 10ൽ തോറ്റത്. 9 കഴിഞ്ഞപ്പോ പഠിക്കാൻ ബുദ്ധിമുട്ടി. പിന്നെ 10ൽ തോക്കണ്ടിരിക്കോ? ഇതിപ്പോ ഫസ്റ്റ് ആയിട്ട് പെണ്ണ് കാണുന്നതാണോ അതോ നിങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ടോ? നിങ്ങളുടെ നിപ്പ് കണ്ടിട്ട് ആദ്യമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഞാൻ തോന്നുന്നില്ല. ഞാൻ ചേട്ടനെ കണ്ടിട്ടുണ്ട് ബസ് സ്റ്റോപ്പില്. ബസ് സ്റ്റോപ്പിലോ? ആ, കൊറേ ചെക്കന്മാര് ബൈക്കിൽ നിക്കുമ്പോ ഇങ്ങനെ വായി നോക്കണത്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ഉറപ്പിച്ചായിരുന്നോ? ഏകദേശം. അവിടെ നിന്ന് സംസാരിക്കും. ഇങ്ങോട്ട് വരാ. ഓക്കെ, ഇഷ്ടാണോ? പയ്യനെ ഇഷ്ടമായോ? എനിക്ക് ഇഷ്ടായി. എന്നാ പിന്നെ കല്യാണം വീട്ടുകാരെയൊക്കെ വിളിക്കുക. അമ്മയ്ക്ക് അമ്മായിക്ക് ഇഷ്ടായോന്ന് ചോദിക്കുക. എനിക്ക് അതറിഞ്ഞാ മതി. എനിക്കിഷ്ടായി. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇത്തിരി പ്രശ്ന. കൊച്ചച്ഛന് മാത്രമേ ഉള്ളൂ. സ്വന്തം പേര് പറഞ്ഞപ്പോ എനിക്ക് മോനെ ഭയങ്കര ഇഷ്ടായി, പക്ഷെ കൂടെ വന്ന ആളെ എത്ര ഇഷ്ടായി. ഞാൻ തന്നെയാ കൂടെ നടന്ന എല്ലാ കല്യാണം മുടക്കിയതേ. അതാണേ. ഇതും കൂടി മുടക്കണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ ചെക്കൻ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഈ കല്യാണം ഉറപ്പിക്കുക. എന്നാ പിന്നെ ഞങ്ങൾ റെഡിയാണ് അല്ലേ? നമുക്ക് കൊടുക്കാല്ലേ നമ്മുടെ കുട്ടിയെ? പിന്നെ ആ കുട്ടി ഇങ്ങോട്ട് വിളിച്ചോളൂ. അങ്ങോട്ട് വിളിക്കുക. അങ്ങോട്ട് വിളിക്കുക. വരുമോനെ. ഓ, ഞാൻ റെഡി. പൊക്കോളാ. ഒരു പുതിയ സമ്പ്രദായം. നീ ഇതല്ല ഇതിന്റെ അപ്പുറം കാണിക്കുന്നു എനിക്കറിയായിരുന്നു. ഇതിപ്പോ കിട്ടിയതുകൊണ്ട് ഓണം പോലെ. എന്തായാലും മോക്ക് ഇഷ്ടായില്ലേ? ഇഷ്ടായി. മോനോ? എനിക്കും ഇഷ്ടായി. നല്ലോണം നോക്കിക്കോളണം കേട്ടോ. ഞങ്ങക്ക് സമ്മതാണ്. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചോ. നമുക്ക് എന്തായാലും ഒരു വല്ലാത്ത പണിയാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്താലോ? അതെ, ആര് സെലക്ട് ചെയ്യും? ഗായത്രി സെലക്ട് ചെയ്യട്ടെ. ഗായത്രി സെലക്ട് ചെയ്യാൻ റെഡിയാണോ? സെലക്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ബോക്സ് നമ്പർ 5 ആണ് പറഞ്ഞിരിക്കുന്നത്. പ്ലീസ് ഓപ്പൺ ബോക്സ് നമ്പർ 5. ആഹാ, ആയം ചൊല്ലും മൈനെ. അപ്പൊ മൈന പാട്ട് പാടാൻ റെഡിയാണോ? റെഡിയാണ്. റെഡിയാണ്. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
താനക്കുയിൽ പാടും കാവിൽ കനകമുന്തിരി തളിരണിഞ്ഞു കാടെല്ലാം പൂത്തു കണ്ണിൽ പുലരി അഴകു നിറഞ്ഞു താനക്കുയിൽ പാടും കാവിൽ കനകമുന്തിരി തളിരണിഞ്ഞു ആലക്കിയ പൊൻവേലുണ്ടോ എനിക്കും ആ വെളുത്തമുണ്ടൊടുക്കുവാൻ തരം വരില്ലേ ഒളിക്കാൻ ഇന്നും ഞാൻ ഈ പുളകുപുഴതൻ പടവിറങ്ങും തനിച്ചാകിലും എനിക്കായൊരു മഴപ്പാട്ടിവൾ കരുതി വെക്കും മായം ചൊല്ലും മൈനെ നമ്മുടെ മാരൻ കണ്ടു നിന്നെ നീരെല്ലാം ചൊല്ലാം നീ എന്നരികിലണയും ഒരു ദിവസം മാരിക്കാറ്റ് മുത്തും കാട്ടുമുളയിലൊഴുകും ഒരു വിരഹം നീരെല്ലാം ചൊല്ലാം നീ എന്നരികിലണയും ഒരു ദിവസം മാരിക്കാറ്റ് മുത്തും കാട്ടുമുളയിലൊഴുകും ഒരു വിരഹം തളിക്കാൻ പനിനീരുണ്ടോ നിറയ്ക്കുവാൻ എനിക്കു നിൻ മനസ്സിലെ കുടം തരില്ലേ മറക്കാൻ വയ്യാതെ മിഴികൾ നിറയും സന്ധ്യകളിൽ നിനക്കായി എന്റെ കിളിക്കൂട്ടിലെ വനശാരിക ചിറകടിക്കുന്നു മായം ചൊല്ലും മൈനെ നമ്മുടെ മാരൻ കണ്ട് നിന്നെ നീയൊരു കാര്യമാ കള്ളനോടും ചൊല്ലേണം ഊരും പേരും വേണം നല്ലൊരു നാളും പക്കവും വേണം നമ്മുടെ കൂടെയവൻ നാടു ചുറ്റാൻ പോരേണം പാടുന്നു നമ്മൾ സ്വയം മറന്ന് മറന്ന് തേടുന്നു മാനം പൊങ്ങി പറന്ന് പറന്ന് അറിയാത്തൊരു മറുകൊള്ളതും അറിയാൻ വരും അവനിതുവഴി മായം ചൊല്ലും മൈനെ നമ്മുടെ മാരൻ കണ്ടോ നിന്നെ musical vibe. Hey, mega finally. കീർത്തന, ഈ പച്ചുടുപ്പ് ഇട്ട് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചത് ആ പച്ച പിടിക്കുമെന്ന്. ജഡ്ജസ് ചോയ്സ് എന്ന് പറയുന്ന റൗണ്ടിലൂടെ നേടിയിരിക്കുന്നു ഗോൾഡൻ ബസാർ. ഇപ്പൊ എന്തായാലും നമുക്ക് വിശദമായിട്ട് നമ്മുടെ ജഡ്ജ്മെന്റിലോട്ട് കിടക്കാം. എന്നാ മഞ്ജരിയിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? ഓക്കെ മഞ്ജരി. കീർത്തന ഇന്ന് പാടിയതില് ഗോൾഡൻ ബസർ കിട്ടി. അതോടൊപ്പം നന്നായിട്ട് പാടി. പ്രശ്നങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുമില്ല. ഓഹോ, അസലായിട്ട് പാടി. ഈ ഒരു പാട്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വേദിയിൽ ഞാൻ ഇതുവരെ ആരെങ്കിലും പാടി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കേട്ടിട്ടില്ല. അതൊരു സോങ് സെലക്ഷനും ഉണ്ട് മാർക്ക്. കീർത്തന, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഇതുപോലെ തന്നെ പോട്ടെ. താങ്ക് യു മഞ്ജരി. ഗായത്രി. കീർത്തന ഇന്നൊരു സ്റ്റാർ പെർഫോമർ ആയിരുന്നു. ടോട്ടൽ സ്റ്റാർ. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഈ ഡ്രസ്സും പിന്നെ ഡാൻസേഴ്സും പിന്നെ എന്തൊരു സ്കെയിലാണ് ഈ പാട്ട്. അത് മോൾ എന്തൊരു അനായാസമായിട്ടാണ് പാടിയത്. അപ്പം ഹാറ്റ്സ് ഓഫ് ടു യു. സൂപ്പർ സേ ഊപ്പർ സേ ഊപ്പർ സേ ഊപ്പർ സേ ഊപ്പർ. ശരി, താങ്ക് യു ഗായത്രി. ആശ ചേച്ചി. നേരത്തെ നമ്മളൊരു തമാശയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഈശ്വര പാട്ടിലത് എഫക്റ്റീവ് വിചാരിച്ചു. പക്ഷെ അത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് വന്നത്. നല്ല രസമായിട്ട് പാടി. വളരെ സന്തോഷം. വീണ്ടും ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇങ്ങനെ സ്വപ്നം കാണാണ്. ഓടി ഓടി വന്ന് ഇവിടെ ഇരിക്കാൻ സാധിക്കട്ടെ കീർത്തനയ്ക്ക്. ഇവരെല്ലാരും പറഞ്ഞതുപോലെ തന്നെ അസലായിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊരു ഈ ഒരു കോമ്പറ്റീഷൻ ആണെന്നോ അല്ലെങ്കിൽ കീർത്തന ഒരു കോമ്പറ്റീഷന് വേണ്ടി പാടുകയാണെന്നോ ഒക്കെ ഞാൻ മറന്നുപോയി. ഐ വാസ് ജസ്റ്റ് എൻജോയിങ് ദ സോങ്. കീർത്തന എന്ത് ചെയ്യുന്നു? ഞാൻ ഓൺലൈൻ ട്യൂട്ടറാണ്. ആണോ? ഏത് സബ്ജക്ട്? ഫിസിക്സ്. ഡെയിന്റെ ഫേവറേറ്റ് സബ്ജക്ട്. ഇതെങ്ങനെ കണ്ടെത്തി? പിന്നെ ഡെയിന് മാത്രമാണ് എല്ലാം അറിയുന്നത്. ഞങ്ങൾക്കും അറിയാലോ. പിന്നെ അല്ല, എന്റെ ഫേവറേറ്റ്സ് ഒക്കെ കണ്ട് ആശയിച്ച് പറഞ്ഞു. അല്ല, ഞാൻ ഗൂഗിൾ ചെയ്തു. ഗൂഗിളിലുണ്ട്. ആണോ? എനിക്ക് അമ്മുന് മാത്രം അറിയുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പബ്ലിക് എല്ലാരും അറിയുന്നത്. അവന്റെ ഒരു അമ്മു പറഞ്ഞിട്ട് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും. അതെ,
രസതന്ത്രം പഠിക്കാന്ന് പറയുന്നത് എന്നൊരു രസമായിരുന്നു എനിക്ക്. രസതന്ത്രം കെമിസ്ട്രി ആണല്ലോ രസതന്ത്രം. അത് നല്ല രസമായിരുന്നു. അപ്പൊ ഫിസിക്സ് പഠിക്കുമ്പോഴുള്ളൊരു പറഞ്ഞു വരായിരുന്നു പ്രചോദനം. ഭൗതിക ശാസ്ത്രമാണെന്നുള്ളത് ഇപ്പൊ എല്ലാ കുഞ്ഞിനും ഒക്കെ അറിയാലോ. മേളിലുള്ള മണ്ണൊക്കെ തുടച്ചു ഉരുണ്ടുരുണ്ടിട്ടെ ജഡ്ജ്മെന്റിലോട്ട് കിടക്കാതെ. കീർത്തന, എനിക്ക് അമിത്തിനോടാണ് ചോദ്യം. അമിത്തെ ഹാപ്പിയാണോ? ഒരുപാട് ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു ജഡ്ജസ് ചോയ്സ് എന്ന് പറയുന്ന റൗണ്ടിൽ ആദ്യമായിട്ടാണ് ഒരു മത്സരാർത്ഥി ഗോൾഡൻ ബസ് കിട്ടുന്നത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, എല്ലാം ആ പെണ്ണ് കാണലിൽ വന്ന ആ കൊച്ചച്ഛന്റെ ഒരു ഐശ്വര്യം അല്ലേ? അതെ അതെ. ഓക്കെ, കൊച്ചച്ഛന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ആലോചിച്ചതാണേ. ശരിക്കും അമിത് കീർത്തനയുടെ ഒരു ഭാഗ്യാണ്. അതെ, അമിത് കൂടെ ഉള്ളപ്പോഴൊക്കെ കീർത്തന അങ്ങ് അടിച്ച് കൊസറിട്ടുണ്ട്. പിന്നെ അല്ല, നല്ല ഭയങ്കര കോൺഫിഡൻസ് ആണ്. അവിടെ ഇരുന്നിട്ട് തംസപ്പ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല കോൺഫിഡൻസ് ആണ്. എല്ലാ പ്രാവശ്യം വന്നോളൂ അതെ. പെർഫോമൻസിന് വരുമ്പോ നമ്മുടെ ഇവിടുത്തെ വീട്ടമ്മമാരുടെ മാക്സിമം ഞാൻ ഒക്കെ വരാൻ പറയാറുണ്ട്. പിന്നെ ലീവ് കിട്ടുമ്പോഴാണ് വരുന്നേ. പക്ഷെ ഞാൻ കണ്ടിടത്തോളം എല്ലാ ദിവസവും പുള്ളി ഉണ്ടല്ലോ. പുള്ളി എല്ലാ ദിവസവും ലീവ്. ഇപ്പൊ ജോലിക്കൊന്നും പോകണില്ലേ? സൈലായിട്ട് വരും. ഷെഡ്യൂളിന് വന്നിട്ടില്ല. അപ്പൊ അമിത് ഗോൾഡൻ ബസ് കിട്ടിയതല്ലേ, ഇങ്ങനെ ഇടയ്ക്ക് തമാശയൊക്കെ പറയാം. കീർത്തന, അപ്പൊ അങ്ങനെ ഗോൾഡൻ ബസ് നേടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ റിസൾട്ട് അറിയേണ്ട കാര്യമില്ല, സേഫ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കണം ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നവരെ. ആ ഗോൾഡൻ ചെയറിൽ ഇന്നിരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പ്രേക്ഷകരെ, മ്യൂസിക് ലൈഫ് മെഗാ ഫൈനലിലെ ഈ വേദിയിൽ നമ്മുടെ മത്സരങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ഇനി നമുക്ക് ഓൾഡ് ഈസ് ഗോൾഡ് ആയാലോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ട്. അവിടെ ഒരു സുന്ദരി ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. എനിക്ക് ആ പെർഫോമൻസ് ഇപ്പൊ കാണണം. എന്നാ ആ സുന്ദരിയെ തന്നെ ഇപ്പൊ വിളിച്ചാലോ? നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീഷ്മ. ഇപ്രാവശ്യത്തെ റൗണ്ട് ഓൾഡ് ഈസ് ഗോൾഡ് റൗണ്ടാണ്. എൻ്റെ ഈ ഒരു വേഷമൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇതൊരു കോമഡി സോങ്ങാണ്. സിന്ദൂരച്ചപ്പിലെ മണ്ടച്ചാരെ മൊട്ടത്തല എന്ന സോങ്ങാണ്. നന്നായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം അടിച്ചു പൊളിക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ സ്റ്റേജിൽ കാണാം. ചെമ്പരത്തിയാണോ സൈഡില്? അങ്ങനെ പറയാം. റോസ് അല്ലേ? ആ, റോസ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതാരല്ലേ സാരിയിൽ നിന്നൊരു മാറ്റം. എന്താ ഡാൻസ് ഉണ്ടോ ഇന്ന്? ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഡേഞ്ചറിന്റെ സ്വഭാവമുള്ള ഒരു പാട്ടാണ്. അതെന്താ എന്റെ സ്വഭാവം? മണ്ടച്ചാരെ. ഓക്കെ, ബൈ, ഓൾ ദി ബെസ്റ്റ്. മണ്ടച്ചാരേ മുട്ടത്തലയാ, മണ്ടച്ചാരേ മുട്ടത്തലയിൽ കണ്ടം വെക്കാറായല്ലോ. മണ്ടച്ചാരേ മുട്ടത്തലയിൽ കണ്ടം വെക്കാറായല്ലോ. ലാത്തിരി പൂത്തിരി കമ്പി പൂത്തിരി കണ്ണിൽ കത്തിയെരിഞ്ഞല്ലോ. ലാത്തിരി പൂത്തിരി കമ്പി പൂത്തിരി കണ്ണിൽ കത്തിയെരിഞ്ഞല്ലോ. മണ്ടച്ചാരേ
മച്ച്. അടിപൊളി. അടിപൊളി, വലിയ കയ്യടിയാണ് കേട്ടോ. എന്ത് രസമായിട്ടാണെന്നോ ചെയ്തത്. മണ്ടച്ചാരെന്നല്ല, നല്ല ബ്രില്യൻ്റ് ആണ്, നല്ല ബ്രില്യൻ്റ് ഡാൻസറാണ്, നല്ല താളപ്പിടിപ്പുള്ള ആളാണ്. എന്താ പേര് മോനെ? സ്മിത്ത്. സ്മിത്ത് അടിപൊളിയായിരുന്നു കേട്ടോ, രസമായിട്ട് ചെയ്തു. സ്മിത്ത് മാത്രമല്ല കേട്ടോ, നിങ്ങളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഈ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ നമ്മൾ സ്കൂൾ ലെവൽ കലോത്സവത്തിന് ഫോക്ക് ഡാൻസ് കാണില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു. എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫോക്ക് ഡാൻസ് കണ്ടതുപോലെ, ഗ്രൂപ്പ് ഡാൻസ് കണ്ടതുപോലെ. സൂപ്പർ, കീപ് ഗോയിങ്. പിന്നെ ഈ ഒരു ഗോൾഡൻ ബസർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. യെസ്, ഡാൻസ്, മ്യൂസിക്, ഓർക്കസ്ട്ര എല്ലാവർക്കും കൂടെ ഉള്ളത്. സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു ചേച്ചി. Musical vibe. Mega finally. പാട്ടിന്റെ തുടക്കത്തിൽ എനിക്കിട്ട് വെച്ചാൽ എന്താ നേടിയിരിക്കുന്നു? ഗോൾഡൻ ബസാർ. ഗ്രീഷ്മ, അങ്ങ് പൊളിച്ചല്ലോ. ഓൾഡ് ഈസ് ഗോൾഡിലൂടെ ഗോൾഡൻ ബസാറാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു, താങ്ക് യു. ശ്രീഷ്മ, എന്തോ എന്തായിരുന്നു, കലക്കി പൊളിച്ചില്ലേ? താങ്ക് യു ചേച്ചി. ഇനി എല്ലാ പാട്ടുകളും ഡെയിനിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പാടിയാൽ മതി. അപ്പൊ ഡെയിനാണ് ഐശ്വര്യം, അല്ലേ? അതെ, സത്യം. ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് പാടിട്ടോ. ഇത്ര അനായാസമായിട്ടായിരുന്നു മോളുടെ ആക്ടിങ്, ആക്ഷൻസ്, ഡാൻസ്, കൊറിയോഗ്രഫി, ഇതെല്ലാം മേർജ് ചെയ്ത് നമ്മൾ പറയുമല്ലോ വൺ ഓഫ് ദ പെർഫെക്റ്റ് പെർഫോമൻസസ് എന്നുള്ളത്. ഇന്ന് അങ്ങനെയായിരുന്നു. അതായത് റിയലി ടോപ്പ് ലീഗ് പെർഫോമൻസ്. അപ്പൊ ഇതുപോലെ തന്നെ നന്നായി പാടുക. വെരി ഗുഡ്. താങ്ക് യു ഗായത്രി. മഞ്ജരി, എന്തൊരു ഭംഗിയായിരുന്നു കാണാനും, പാടിയതൊക്കെ സൂപ്പർ ആയിരുന്നു, നല്ല എക്സ്പ്രഷൻസ്. ശ്രീഷ്മയെ കണ്ടപ്പോൾ എനിക്ക് മറ്റൊരു ഗാനം ഓർമ്മ വന്നു. ഞാൻ കെട്ടുന്ന കാലത്ത് നൂറിന്റെ നോട്ട് കൊണ്ടാറാട്ട് കണ്ണാടി നീ എന്നെ കെട്ടിയില്ലെങ്കിലോ കണ്ണീരിലാണ് എന്റെ നീരാട്ട്. കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് നൂറിന്റെ നോട്ട് കൊണ്ടാറാട്ട് കണ്ണാടി നീ എന്നെ കെട്ടിയില്ലെങ്കിലോ കണ്ണീരിലാണ് എന്റെ നീരാട്ട്. കണ്ണീരിലാണ് എന്റെ നീരാട്ട്. കണ്ണീരിലാണ് എന്റെ നീരാട്ട്. ശ്രീഷ്മ, ഇപ്പൊ ബോണസ് ആയിട്ട് നമുക്ക് പാട്ടുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഇനി നമുക്ക് കൊടുങ്കാറ്റ് ഇങ്ങനെ ഇളം കാറ്റ് പോലെ വീശിയ സ്ഥിതിക്ക് ഇളം കാറ്റിലോട്ട് കിടക്കാം. ജോ. എക്സലന്റ്, എക്സലന്റ്, എക്സലന്റ്. താങ്ക് യു ചേച്ചി. ഭയങ്കര എഫേർട്ട്ലെസ്ലി ആയിരുന്നു ആ ഒരു പെർഫോമൻസ്, എഫേർട്ട്ലെസ്ലി. പക്ഷെ നല്ല ത്രോ ഉണ്ടായിരുന്നു, നല്ല പവർ ഉണ്ടായിരുന്നു പാടുമ്പോൾ. പാടി ഭയങ്കര എൻജോയ് ചെയ്തു. അത് തീർന്നപ്പോൾ അയ്യോ തീർന്നു പോയല്ലോ എന്ന് തോന്നിപ്പോയി. ഓൾ ദി ബെസ്റ്റ്. ഇത് ഒന്നൊന്നര പെർഫോമൻസ് ആയിരുന്നപ്പാ, പറയാതിരിക്കാൻ പറ്റില്ല. സാധാരണ ഡാൻസ് ചെയ്ത് പാടുക അങ്ങനെ ചെയ്യാറുണ്ട്. ഇതിനു മുമ്പ് നിങ്ങളൊക്കെ ഇവിടെ മോള് മാത്രം ഒരുപാട് കണ്ടസ്റ്റൻസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ലായിരുന്നു. ഇതിൽ അഭിനയമുണ്ട്, ഒരുപാട് അഭിനയിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്നുണ്ട്. അസലായിരുന്നു മോളെ, പറയാൻ പറ്റില്ല, അത്രയും അതിമനോഹരമായിരുന്നു കേട്ടോ. അപ്പൊ അഭിനയിക്കാനും കഴിവുണ്ടെന്നാണ് ഇപ്പൊ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മ്യൂസിക്കൽ വൈഫ് മാത്രമല്ല കേട്ടോ, ഇപ്പൊ ഡാൻസിങ് വൈബ്സ് ഉണ്ട്, ആക്ടിങ് വൈബ്സ് ഉണ്ട്, എല്ലാം കൂടെ ചേർന്നിട്ടുള്ള മിടുക്കികളാണ് നമ്മളെ കുട്ടികളെല്ലാം. തകർത്ത് അങ്ങ് മുന്നോട്ട്. ഇനി എന്ത് വേണം? ഗോൾഡൻ ബസർ ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഗോൾഡൻ ചൈൽഡിൽ ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കഴിയും വരെ കാത്തിരിക്കണം. കാരണം ഒരാൾ ഓൾറെഡി ഗോൾഡൻ ബസർ നേടിയിട്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ ഒരാഴ്ചയും ആ ഗോൾഡൻ ചൈൽഡിൽ ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഈ വേദിയിൽ ഇപ്പതാ ആശ ചേച്ചിയും അമ്മയുണ്ട്. ഞങ്ങളുടെ വളരെ അവൈറ്റഡ് കലാമണ്ഡലം സുമതി ടീച്ചർ വന്നിരിക്കുകയാണ് ഈ വേദിയിലേക്ക്. ശരത്തേട്ടൻ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരെയും ഈ വേദിയിൽ കിട്ടിയ സ്ഥിതിക്ക് അങ്ങനെ വെറുതെ വിടുന്നത് ശരിയാണോ? ഇല്ല, ഒരു അമ്മയും മകളും തമ്മിലൊരു ഡുവോ നമുക്ക് വേണ്ടേ? കാണണം. കലാമണ്ഡലം സുമതി, മകൾ ആശാ ശരത്, നിങ്ങൾക്കിതാ ഈ വേദി വിട്ടു തന്നിരിക്കുകയാണ്. ప్రియమానస నీవా
അതിന്റെ ഇടയിൽ വേറൊരു സംഭവം നടക്കണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ജോ ഇരുന്ന് അതേ സ്റ്റെപ്സ് കളിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ജോയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ഭംഗിയായിരുന്നേനെന്ന്. അതേ സെയിം മുദ്രകളൊക്കെ. ഷടോ ഒന്നും പറയാനില്ല. ഞാൻ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് 3 പേർക്കും ഒരു വലിയ വലിയ നന്ദി അറിയിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ഭാഗ്യമാണ് കലാമണ്ഡലം സുമതി, ഒപ്പം മകൾ ആശ ശരത്, കൂട്ടിന് നമ്മുടെ ജോമോൾ. അങ്ങനെ അപ്പോൾ നിങ്ങൾ 3 പേരും കൂടി നല്ലൊരു നൃത്തവിസ്മയം തന്നെയാണ് തന്നത്. ഉള്ള സമയം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരുടെയും ഞങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് തണുത്തു. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. താങ്ക് യു. ഇനി അടുത്ത മത്സരാർത്ഥി വരുന്നത് ജഡ്ജസ് ചോയ്സിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ്. പോരട്ടെ. അപ്പോ ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് ആ മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ആതിര വിജിത്ത്. ഇത്തവണ ഞാൻ പാടാൻ പോകുന്നത് ജഡ്ജസ് ചോയ്സ് റൗണ്ടിലാണ്. ഇതിനായി 4-5 പാട്ടുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേതാണ് കിട്ടുക എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇതിലേത് വന്നാലും എൻ്റെ മാക്സിമം ലെവൽ ബെസ്റ്റ് ഞാൻ അവിടെ കാണിക്കുന്നതായിരിക്കും. എന്തായാലും കളർഫുൾ ഡ്രസ് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ ടെൻഷൻ ഒന്നും ഇല്ലല്ലോ. പണിയാണോ പാട്ടാണോ കിട്ടുന്നത് എന്നൊന്നും ആലോചിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഏത് വന്നാലും നമ്മൾ നേരിടും. അപ്പൊ ബോക്സ് വരട്ടെ. അപ്പൊ ബോക്സസ് പ്ലീസ്. ഇനി ബോക്സ് സെലക്ട് ചെയ്യാനുള്ള അവകാശം നമ്മുടെ ബർത്ത്ഡേ ബേബിക്കാണ്. ഓക്കെ, അപ്പൊ ബർത്ത്ഡേ കുട്ടി പറഞ്ഞോളൂ. ബർത്ത്ഡേ ആയതുകൊണ്ടേ നടുക്കിരിക്കുന്നത് 2 അല്ലേ? 2 ആണ്. അപ്പൊ 2 ബോക്സ് നമ്പർ 2 പ്ലീസ് ഓപ്പൺ. ബോക്സ് നമ്പർ 2. പണിയില്ല, ഡയറക്റ്റ് പാട്ടാണ്. അതാണ് ബർത്ത്ഡേ ഗിഫ്റ്റ്. അതെ. ഈ ഒരു പാട്ട് പാടണമെന്നാണോ പ്രതീക്ഷിച്ചിരുന്നത്, അതോ? എനിക്ക് 2 വന്നാലും ഓക്കെയാണ്. നമുക്ക് ഏത് പാട്ട് വന്നാലും ഞെട്ടിക്കുക എന്നുള്ളതാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഗോൾഡൻ ബസർ, ഗോൾഡൻ ചെയർ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു ചേച്ചി.
സന്ധ്യതൻ ചിപ്പിയിൽ വീണൊരു വൈഡൂര്യരേണുവേ പോലെ പൊന്നുഷ സന്ധ്യതൻ ചിപ്പിയിൽ വീണൊരു വൈഡൂര്യരേണുവേ പോലെ താരിളം കൈകളിൽ ഇന്ദ്രജാലങ്ങളാൽ താരിളം കൈകളിൽ ഇന്ദ്രജാലങ്ങളാൽ മംഗളചാരുതയേകാൻ ഇതിലേ വരുമോ ഇതിലേ വരുമോ അണയുമീ ദീപത്തിൻ ദീപാങ്കുരങ്ങളിൽ സ്നേഹതന്തുക്കളായലിയാ ആദ്യ വസന്തമേ ഈ മൂകവീണയിൽ ഒരു ദേവഗീതമായി നിറയുമോ ആദ്യ വർഷമേ തളിരിലെത്തുമ്പിൽ ഒരു മോഹബിന്ദുവായി പൊഴിയുമോ. കഴിഞ്ഞോ? ഇത്ര ഉണ്ടായിരുന്നല്ലോ. അതെ. അപ്പൊ നമുക്കോ? നമ്മൾ എന്താ ചെയ്യേണ്ടേ? നമുക്ക് എന്തെങ്കിലും ചെയ്താലോ? Musical vibe. Hey, mega finally. Oh, musical vibe. കൺഗ്രാറ്റുലേഷൻസ്. ജഡ്ജസ് ചോയ്സ് എന്ന റൗണ്ടിലൂടെ ആതിര നേടിയിരിക്കുന്നു ഗോൾഡൻ ബസാർ. ഹാപ്പി ആയില്ലേ? ഡബിൾ ഹാപ്പി. ബർത്ത്ഡേ ഗിഫ്റ്റ് ആയി അല്ലേ ആശ ചേച്ചി? ശരിക്കും എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കേട്ടോ. ഞാൻ തന്നെ ആദ്യം പറയാം. ഭയങ്കര രസമുണ്ടായിരുന്നു മോളെ. ഇതിലും വലിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് കിട്ടാനില്ല. അതിഗംഭീരമായിട്ട് പാടിയതിലുപരി ഈ ഗോൾഡൻ ബസർ അടിച്ചപ്പോണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് ആദ്യം കിട്ടിയ ഒരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ കണക്കാക്കണേ. വളരെ നന്നായി പാടി. ക്രൗണിന് പറ്റിയ ഡ്രസ്സാണല്ലേ? കറക്റ്റ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഇരിക്കാൻ പറ്റിയ തിളക്കമുണ്ട്. അതെ അതെ, ഇരിക്കാൻ പറ്റട്ടെ കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ ഇരിക്കാൻ പറ്റട്ടെ എന്ന്, എനിക്ക് ആ കൈ പിടിക്കാൻ പറ്റട്ടെ എന്ന്. ഓൾ ദ വെരി ബെസ്റ്റ്. എക്സലന്റ് കേട്ടോ, എക്സലന്റ്. രണ്ടുപേരെ ഞാൻ പാട്ട് കേൾക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ശരത്തേട്ടനെ അമ്മ സ്ഥിരമായി പ്രോഗ്രാം ഇവര് കാണാറുണ്ട് കേട്ടോ. രണ്ടുപേരും കാണുന്നതാണ്. എല്ലാവരുടെ പാട്ടുകളും എല്ലാ കുട്ടികളെയും നിങ്ങളെല്ലാവരെയും പേര് പറഞ്ഞ് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇവർ ഈ പ്രോഗ്രാം കാണാൻ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സർപ്രൈസ് ഇവരൊക്കെ തന്നപ്പോഴാണ് ഇവർ വന്നതെങ്കിലും തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം കഴിയുന്ന മുമ്പ് ഇവരെ കൊണ്ടുവരണം ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആൻഡ് എക്സലന്റ്. കൺഗ്രാറ്റ്സ്. ജോ. ആതിര ചേച്ചി എന്താ പറയാ, എന്താ വോയിസ്, എന്താ ത്രൂ, എന്താ പാട്ട്. അതാണ്, വേറെ ഒന്നും പറയാനില്ല. ഗോൾഡൻ ബസറിൽ കുറഞ്ഞതൊന്നും വി കുഡൻ ഗിവ് യു. Too good. All the best. Thank you. മഞ്ജരി. ആതിര ചേച്ചി, ആതിരയുടെ അച്ഛനോടും അമ്മയോടാണ് എനിക്ക് പറയാനുള്ളത്. അവര് ശരിക്കും ഭാഗ്യം ചെയ്ത പേരൻസ് ആണ്. ഇത്രയും നല്ല ഒരു സുന്ദരിയായ അസലായിട്ട് പാടുന്ന ഒരു മകളെയാണ് കിട്ടിയത്. അപ്പം സ്നേഹമുള്ളൊരു കുടുംബം, അവിടെ സംഗീതം ഇങ്ങനെ നിലനിൽക്കും എപ്പോഴും. ആതിര ഇന്ന് പാടിയ പാട്ട് ആതിരയ്ക്ക് തന്നെ അറിഞ്ഞൂടാ ആതിര എന്ത് ഭംഗിയായിട്ടാ പാടിയെന്ന്. അത്ര ഗംഭീരായിരുന്നു. ചില സംഗതികളൊക്കെ അങ്ങ് വളരെ അനായാസമായിട്ടാണ് കേൾക്കുമ്പോൾ നമുക്ക് വല്ല സുഖാണ്. ഭയങ്കര രസമുണ്ടായിരുന്നു ആതിര. ഒന്നും പറയാനില്ല. കണ്ണ് തട്ടാതിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഗായത്രി. ആതിര ചേച്ചി, ഇതിന് ഗോൾഡൻ ബസർ ഒന്നല്ല വേണ്ടതിന് ഡയമണ്ട് ബസർ അല്ലെങ്കിൽ പ്ലാറ്റിനം ബസർ. എന്തായാലും മോളെ സൂപ്പർ. താങ്ക് യു ചേച്ചി. ഗോഡ് ബ്ലെസ്. ആതിരയുടെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട്. അതെ, അച്ഛന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അച്ഛാ, അച്ഛാ, എനിക്ക് തോന്നുന്നു ആതിരയ്ക്ക് ഗോൾഡൻ ബസർ കിട്ടുമ്പോ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് കാണുന്നത് അല്ലേ? അതെ. അച്ഛന്റെ കണ്ണുകളൊക്കെ നിറയുന്നത് ഞങ്ങൾക്ക് കാണുന്നുണ്ട്. എന്ത് തോന്നി? സന്തോഷക്കാണിയല്ല അച്ഛടാ. മകളുടെ ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ട് എന്ത് തോന്നി? അസാധ്യം എന്ന് തോന്നി. ദൈവം കടാക്ഷിച്ചു.
ഇതിലും വലിയൊരു അവാർഡ് എന്തിനാ മോളെ? ഇതാണ് ഏറ്റവും വലിയ അവാർഡ്. അച്ഛൻ്റെ കണ്ണുകളിലുള്ള സ്നേഹം, ആ സന്തോഷമൊക്കെയാണ് കണ്ണുനീരായിട്ട് ഒഴുകുന്നത്. ഇതിലും വലിയൊരു അനുഗ്രഹം നമുക്ക് കിട്ടാനില്ല, മോൾക്ക് കിട്ടാനില്ല. 1000 ഗോൾഡൻ ബസർ വന്നാലും ഇതിന് മുകളിലാവേയില്ല. അതിനൊക്കെ എത്രയോ മുകളിലാണ് അച്ഛൻ്റെ അനുഗ്രഹവും ഈ സ്നേഹവും. തകർത്തു. അതിലാ ആതിരി ഇമോഷണലായി. എനിക്ക് തോന്നുന്നു ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഗോൾഡൻ ബസർ കിട്ടുന്നത്? രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഹാപ്പി ആയോ? ഹാപ്പി. എന്താ പറയാനുള്ളത്? ഒത്തിരി സന്തോഷം. എല്ലാവരെയും കാണാൻ പറ്റിയതിലും അച്ഛനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയതിലും. അച്ഛൻ മുന്നേ വന്നിട്ടുണ്ട്, ചാപ്റ്റർ 3 ഉള്ള സമയത്ത് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒത്തിരി സന്തോഷം ഗോൾഡൻ ബസറും കൂടി കിട്ടിയപ്പോൾ. അമ്മയ്ക്ക് എന്തെങ്കിലും മകളോട് പറയാനുണ്ടോ? ഒരുപാട് സന്തോഷം, ഇതുപോലെ ഉയരങ്ങളിലെത്താൻ വേണ്ടി കഴിയട്ടെ. അതിരാ അപ്പൊ എന്തായാലും ഗോൾഡൻ ബസറൊക്കെ കിട്ടി. നമുക്കൊരു ഇമോഷണലി അല്ലേ ഒരു പെർഫോമൻസ് ആയിരുന്നു. നല്ല രീതിയിൽ പെർഫോം ചെയ്തു, അതുകൊണ്ടാണ് ഗോൾഡൻ ബസർ കിട്ടിയത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നവരെ നമുക്ക് കാത്തിരിക്കണം ആ ഗോൾഡൻ ചെയറിൽ ഇരിക്കാനുള്ള ഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ടോ എന്നറിയാം. ഓക്കെ, ഓൾറെഡി 2 പേർക്ക് ഗോൾഡൻ ബസർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും കാത്തിരിക്കാം, പ്രേക്ഷകരും കാത്തിരിക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പണ്ട് ആശ ചേച്ചി നമ്മുടെ ഷോ തുടങ്ങിയ സമയത്ത് റൊമാൻറ്റിക് റൗണ്ട് എന്ന് പറയുന്ന റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റൗണ്ടിൽ നമ്മുടെ ജഡ്ജസിനോടും എല്ലാവരോടും നമ്മൾ റൊമാൻറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ, ആദ്യത്തെ കൂടിക്കാഴ്ച അല്ലെങ്കിൽ ആദ്യമായിട്ട് അയച്ച കത്ത്, അങ്ങനെ പല കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞു. അപ്പോൾ ആശ ചേച്ചി അന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്. ആശ ചേച്ചിക്ക് വേണ്ടി ഒരാൾ പാട്ട് റെക്കോർഡ് ചെയ്ത് ബ്ലാക്കിൽ വിറ്റ ആ ഗാനം. അതെ, ആ ഗാനം ഈ വേദിയിൽ വെച്ച് ഞങ്ങൾക്ക് കേൾക്കണം നല്ല ആഗ്രഹം. ആശ ചേച്ചിയോടല്ല, ശരത്തേട്ടൻ അത് പറ്റുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. അതെ, ഈ വെല്ലുവിളി സ്വീകരിക്കുക. പാടണമെന്നില്ല, ഏത് പാട്ടാണെന്നൊന്ന് വെറുതെ മൂളി പറഞ്ഞാൽ മതി. പറഞ്ഞാ മതി, വെറുതെ ആ പാട്ട് ഏതാണെന്നൊന്ന് ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞാൽ മതി. അതൊരു ഹിന്ദി പാട്ടായിരുന്നു തുടക്കം. ആ പാട്ട് तेरे मेरे प्रेम कहानी किताबों में भी न मिलेगी, किताबों में न मिलेगी. ഇനി ഒരു മലയാളം പാട്ടും കൂടെ പാടി വെച്ചിരുന്നു. ഏത് പാട്ട്? ഈറൻ മേഘം ഉണ്ടായിരുന്നു. പാടണ്ട, ഇവരാരെങ്കിലും പാടും. എന്റെ പൊന്നിടെ ചേച്ചിയുടെ മുഖത്ത് ബർത്ത്ഡേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ വേദിയിൽ ആ പാട്ട് റീക്രിയേറ്റ് ചെയ്യാണ്. അതും ആശ ചേച്ചിയുടെ ബർത്ത്ഡേയുടെ അന്ന്. വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കരുത്, പാടിക്കളയും. രണ്ടുപേര് വെറുതെ ഇതേപോലെ മൂളിയാ മതി. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആശയന ആദ്യമായി കണ്ടത് വീഡിയോയിൽ പറഞ്ഞു. എന്താ വീഡിയോയിലാ കണ്ടത്. അങ്ങനെ ശരത്തേട്ടന് പറ്റിയതാണ്. ആ സമയത്ത് എനിക്ക് ഇതിനേക്കാളും മോശം ശബ്ദമായിരുന്നു. ഇൻ ദ സെൻസ് കോൾഡെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്റെ ഈരൻ മേഘം പാടുമ്പോ ഈരൻ മേഘം അങ്ങനെയായിരുന്നു പാട്ട് വന്നത്. പക്ഷെ ഇനി അത് പാടി ആശ ഫുള്ളി ഇംപ്രസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ആ കല്യാണം മുമ്പോട്ട് നീങ്ങി. അതുകൊണ്ട് ഇനി വേറെ ആരെയും ഇംപ്രസ് ചെയ്യണ്ടെന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ പാടിക്കാത്തത്. ഓക്കെ, താങ്ക് യു ജഡ്ജസ്. നമ്മൾ അങ്ങനെ ഇന്നത്തെ കലാശക്കൊട്ടിലോട്ട് കിടക്കുവാണ്. അതിനു മുൻപ് ഞാൻ കുറെ നാളായിട്ട് വിചാരിക്കുമായിരുന്നു, ജോയിനെ അടുത്ത് കിട്ടിയതുകൊണ്ട് ചോദിക്കണല്ലോ. ഈ ഡബിങ് രംഗത്തേക്ക് കയറിയപ്പോഴേ വേറൊരാൾക്ക് വേണ്ടി ഡബ് ചെയ്യുമ്പോൾ സ്വയം അഭിനയിച്ച് ഡബ് ചെയ്യുന്നത് പോലെയല്ലല്ലോ. വേറൊരാൾക്ക് ഡബ് ചെയ്യുമ്പോൾ ഉള്ളൊരു അത് വിഷമമാണോ അതോ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അതെ, ഇപ്പോ കാതൽ എന്ന് പറയുന്ന മൂവി എന്ന് പറയുന്നത് നമുക്കറിയാം, ജ്യോതികയുടെ ക്യാരക്ടർ അത്രയും ഇമോഷണലി ട്രാവൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. റിസ്കി ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ ഡബ് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി വന്ന് ഡബ് ചെയ്യുന്ന പോലെ അല്ലല്ലോ. ഇതിൽ കുറെ ഇങ്ങനെ കയറി ഇറങ്ങിയാണ് ഇമോഷൻസ് ഒക്കെ പോകുന്നത്. അപ്പൊ വേറെ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, കാതൽ മാത്രമേ. അപ്പൊ ആ ഒരു സിനിമയില് ജ്യോതിക്ക് വേണ്ടി ഡബ് ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ജിയോ കൂടെ ഉണ്ടായിരുന്നു ഓരോന്നും പറഞ്ഞു തരാൻ. കാരണം എനിക്ക് ആ കഥയുടെ ഒരു ജിസ്റ്റ് മാത്രം പറഞ്ഞു തന്നു. പിന്നെ ആ സീൻസ് ചെയ്തു. അപ്പം സ്ലാങ് കുറച്ച് മാറ്റം ഉണ്ടായിരുന്നല്ലോ, അവരുടെ താമസിക്കുന്ന സ്ഥലവും എല്ലാം വെച്ചിട്ട് അങ്ങനെ തുടങ്ങി. പക്ഷെ അത് എനിക്ക് എളുപ്പമായിട്ട് വന്നു, ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് ചെയ്തു തീർത്തു. ഞാൻ എനിക്ക് വേണ്ടി പോലും എൻ്റെ 2 പടത്തിൽ എങ്ങാണ്ട് ഡബ് ചെയ്തിട്ടുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് വിചാരിച്ചതാ. ഡബ് ചെയ്തെല്ലാം കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് പടം റിലീസായത്. പടം കഴിഞ്ഞിട്ട് ഒരുപാട് പേര്
അപ്രീസിയേറ്റ്. എനിക്ക് അറിയില്ലാതില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ഡബിങ് വേറൊരാൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ഒരു മനസ്സുണ്ടാവണം എന്നില്ല. അപ്പം ജോന്റെ ആ ഒരു മനസ്സ് ശരിക്കും അത് കമൻഡബിൾ. താങ്ക് യു. എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പൊതുവേ ഡബിങ് ഞാൻ പറയും വേറെ ആരെങ്കിലും എനിക്ക് വേണ്ടി ഡബ് ചെയ്യും, ആ ഒരു രീതിയിലായിരുന്നു ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ജാനകിക്കുട്ടി ഓഫ് കോഴ്സ് ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. പക്ഷേ ഇതിന് ജിയോ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചു, ഒന്ന് വന്ന് വോയിസ് ടെസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പം ഒന്ന് ഓക്കെ ഫൈൻ, ഒരു വേറൊരു വെർട്ടിക്കൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പോയതാ. പക്ഷെ അത് സൂപ്പർ ഹിറ്റ് ആക്കി അതും. താങ്ക് യു. നമുക്ക് ഒരിക്കലും അത് ജ്യോതിക എല്ലാം സംസാരിക്കുന്നതെന്ന് ഫീലേ ചെയ്യത്തില്ല. ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയായിരുന്നു. ഓ താങ്ക് യു. ഇടുവായിരുന്നു സുന്ദരി, ഇടുവായിരുന്നു. ഓക്കെ, അപ്പോ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞു നിർത്തിയത്? കലാശക്കൊട്ട്. അപ്പോ ഇന്നത്തെ നമ്മുടെ മത്സരത്തിന്റെ അവസാന മത്സരാർത്ഥിയെ വിളിക്കാനുള്ള സമയമാണ്. അപ്പോ ഓൾഡ് ഇസ് ഗോൾഡ് എന്ന് പറയുന്ന റൗണ്ടിലാണ് നമ്മുടെ പെർഫോമൻസിനായി നമ്മുടെ മത്സരാർത്ഥി വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടിട്ടായിരിക്കും വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആ മത്സരാർത്ഥി വിളിച്ചാലോ? ലെറ്റ്സ് വെൽക്കം ശ്രീകുട്ടി പ്രശാന്ത്. ഓൾഡ് ഈസ് ഗോൾഡ് റൗണ്ടിലേക്ക് കയറാൻ പോവാണ്. എൻ്റെ ഈ വേഷം കണ്ടാൽ തന്നെ അറിയാമല്ല, നിങ്ങൾക്ക് 70s ഒരു സൽദ സംഗീതം നൽകിയ ഒരു അടിച്ചുപൊളി പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റേജിൽ നന്നായിട്ട് പാടാൻ കഴിയാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ഇതാര് മോഡേൺ ശ്രീകുട്ടിയോ? അതെ, ഏത് ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നത്? ശരിക്കും കുട്ടിയല്ലേ? അതെ, പുറത്ത് നിന്നപ്പോൾ എല്ലാവരും ഇത് തന്നെ ചോദിക്കുന്നു, ആരാന്ന്. ആ ബോ കറക്റ്റ് ആയിട്ട് രസമായിട്ടുണ്ട്. ശ്രീകുട്ടിയല്ല, സീബ്രക്കുട്ടിയാ. അപ്പൊ ശ്രീകുട്ടി ഓൾഡ് ഇസ് ഗോൾഡ് എന്ന് പറയുന്ന റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഒരു അടിച്ചുപൊളി പാട്ട് കേൾക്കണ്ടേ? അടിച്ചുപൊളി പാട്ട് കേൾക്കണം. അടിച്ചുപൊളി പാട്ടാണോ? അതെ. ഓക്കെ, അപ്പൊ എന്തായാലും അടിച്ചുപൊളിച്ചോളൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കാനനപ്പൂവണിഞ്ഞു കവിത പാടുമ്പോൾ
സൂപ്പർ. Oh, musical vibe. Hey, mega finally. ഇതാര് ഈ കോളേജ് കുമാരി? എങ്ങനെ പാട്ട് പാടി തകർക്കാൻ പറ്റിയോ? പാട്ടുപാടി കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് തോന്നിയത്, ശ്രീകുട്ടി ഭയങ്കര ഫ്രീ ആയിട്ടാണ് പാടിയത്, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? തീർച്ചയായിട്ടും. അപ്പൊ പാട്ടിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. അതെ. ഗായത്രി, ശരിക്കും ഞങ്ങളെല്ലാവരും സൂപ്പർബായിട്ട് എൻജോയ് ചെയ്തു. വെരി ക്യൂട്ട് പെർഫോമൻസ്, ക്യൂട്ട് സിംഗിങ്, നല്ലൊരു ക്യൂട്ട് വോയിസ് ആണ്. അപ്പം അകക്കൂടി ഒരു എന്താ പറയുക, കാണുമ്പോൾ ഒരു ബേബി നിന്ന് പാടുന്ന ഒരു ക്യൂട്ട് വോയിസിൽ കുറച്ചൊരു ട്രഡീഷണൽ ത്രൂ ആണ് മോളുടെ. അപ്പം ഇങ്ങനത്തെ ഒരു മോഡേൺ എന്താ പറയുക, ഇതൊരു അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു നോട്ടി സോങ് ആണല്ലോ. അപ്പം അതിന് കുറച്ചുകൂടി ഒരു ഓപ്പൺ ത്രോ കൊണ്ടുവരാം. ഓവറോൾ വെരി ഗുഡ്. മഞ്ജരി. ദേവി, എന്റെ ദേവി എന്ന് പ്രശാന്ത് വിളിക്കുന്നുണ്ട്. അസലായിട്ട് പാടി ശ്രീകുട്ടി. സൂപ്പർ. താങ്ക് യു. തുടക്കം, പല്ലവിയുടെ തുടക്കം മാത്രം ചില സ്ഥലങ്ങളിൽ ചെറിയ 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 മൈന്യൂട്ടായിട്ടൊന്ന് ശ്രുതി ചേരാമായിരുന്നു എന്നൊരു തോന്നലുണ്ട്. അതല്ലാതെ പാട്ട് നന്നായിട്ട് പാടി ശ്രീകുട്ടി, കലക്കി. ഉഗ്രനായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. ശ്രീകുട്ടിയെ കോംപ്ലിമെന്റ് ചെയ്ത് കൂടെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ്, നമ്മുടെ മ്യൂസീഷ്യൻസ് എല്ലാവരും ഒരു എന്താ പറയുക, ഒരു ഭയങ്കര എന്റർടൈനിങ് ഒരു പാക്കേജ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ചെറിയൊരു തീപ്പൊരി മതി അങ്ങനെ ഒരു ഫയർ ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു തീപ്പൊരിയാണ് കേട്ടോ മോള്. ഗംഭീര പെർഫോമറാണ്. ഓരോ സ്റ്റേജസിലും ഓരോ റൗണ്ട്സിലും ഡിഫറെൻറ്റ് പാട്ടുകൾ കൊണ്ടുവരിക, അതെല്ലാം ഭയങ്കര രസമായിട്ട് തന്നെ അറ്റംപ്റ്റ് ചെയ്യുക, ഡാൻസ് ചെയ്യുക, കൂടെ കോംപ്ലിമെന്റ് ചെയ്യാൻ ഡാൻസേഴ്സിന്റെ കൂടെ അവരുടെ കൂടെ അവരുടെ കെമിസ്ട്രി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. സൂപ്പർ പെർഫോമർ ആസ് യൂഷ്വൽ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഞങ്ങള് 4 പേരും കൂടി ഒരു സമ്മാനം ശ്രീകുട്ടിക്ക് തരാൻ പോവാണ്. ഞങ്ങള് ശ്രീകുട്ടി ഈ ഒരു പാട്ട് കൊണ്ടുവന്നോണ്ട് ഞങ്ങള് പെട്ടെന്ന് സലീൽദായം അങ്ങ് ഓർത്തു. അപ്പൊ ഞങ്ങള് സലീൽദായം കൂടെ ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നു. അതുപോലെ ശ്രീകുട്ടിക്ക് ഞങ്ങൾ 4 പേരും ഒരു സമ്മാനം തരുന്നു. സത്യം പറയാൻ എനിക്ക് ഓർമ്മ വന്നതേ, സ്കൂളില് കുഞ്ഞു അവൾക്ക് ആക്ഷൻ സോങ് ടീച്ചർ കാണിച്ചു കൊടുക്കുന്നത്. 2 കുട്ടികൾ. അപ്പൊ ശ്രീകുട്ടി, അപ്പൊ നല്ല കമന്റ്സ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഗോൾഡൻ മെസ്റ്റർ നേടാൻ സാധിച്ചില്ല, പക്ഷെ നല്ല കമന്റ്സ് കിട്ടി. അപ്പൊ റിസൾട്ട് അറിയണ്ടേ? അറിയണം. സേഫ് ആയിരിക്കോ ശ്രീകുട്ടി? ഇപ്രാവശ്യം ശ്രീകുട്ടി ഡെയിനോട് ചോദിക്കും, എന്റെ പാട്ട് കേട്ടിട്ട് എന്ത് തോന്നുന്നു? എന്റെ പാട്ട് കേട്ടിട്ട് എന്നെ സേഫ് ആക്കാൻ തോന്നുന്നു അതോ ഡേഞ്ചറസ് സോണിലിടാൻ തോന്നുന്നു? പറഞ്ഞപ്പോഴത്തേക്ക് ശ്രീകുട്ടി ആവേശം കൊള്ളാണ്. ടു ബി ഫ്രാങ്ക് ആയിട്ട് ഉത്തരം പറയട്ടെ, ഞാനിപ്പോൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഈ ഒരു യാത്രയിലുള്ള ആളാണ്. പാട്ടിൻ്റെ എല്ലാ മേഖലകളിലൂടെയും ഞാൻ ഒന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ ശ്രീകുട്ടി കുഴപ്പമില്ലാതെ പാടിയെന്ന് എനിക്ക് പറയാൻ പറ്റും. റിസൾട്ട് നേരിടാൻ തയ്യാറാണോ? അതെ, തയ്യാറാണ്. ഇത് ONV കുറുപ്പിൻ്റെ വരികളാണ് അല്ലേ? അതെ. സലീൽ ചൗധരിയുടെ മ്യൂസിക്കാണ്. ദാസാറ് പാടി. സമയമായില്ല പോലുമാണ് സിനിമ. അതെ, 1978. ശ്രീകുട്ടി, എൻ്റെ കണ്ണിലേക്ക് നോക്കണം. എൻ്റെ കണ്ണിൽ നിന്ന് എന്തെങ്കിലും വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? ഒന്നും പറ്റുന്നില്ല. ക്ലിയർ ആയിട്ട് ചോദിക്കുക. തീക്ഷ്ണമായ കണ്ണുകൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വായിക്കാൻ പറ്റും. എന്റെ ഉണ്ടക്കണ്ണാണല്ലോ, നല്ലോണം വായിക്കാലോ.
അതെ കുറെ സ്ഥലം എഴുതാം. അതെ ശ്രീകുട്ടി എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. എന്താണ്? സേഫ് ആണ്. ശ്രീകുട്ടി പൊളിച്ച്. താങ്ക് യു. അല്ലെങ്കിൽ ഒരു മണിക്കൂർ അവിടെ നിന്ന് പുഴുങ്ങ എന്ത് ചെയ്യണമെന്ന് അറിയണ്ട്. എങ്ങനെയല്ല സമയം പോകുന്നു. അപ്പൊ ഞാൻ കണ്ടു ഇതേപോലെ എല്ലാരും പറഞ്ഞ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഡെയിന് ഒരു കാര്യം, ഡെയിനെ വലിയ ഇഷ്ടമുള്ള ഒരു ആരാധികയാണ് ശ്രീമതി കലാമണ്ഡലം സുമതി അവിടെ ഇരിക്കുന്നത്. ഉള്ള സ്നേഹം കളയണ്ട കേട്ടോ. ഇല്ല ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക്. എന്താണോ എനിക്ക് കലാമണ്ഡലം സുമതി പറയുന്നതിനേക്കാൾ അമ്മൂന്റെ അമ്മൂമ്മ പറയുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. ഇപ്പൊ സത്യം പറഞ്ഞ നേരത്തെ ശരത്തേട്ട എന്നാണ് വിളിച്ചത്. ഭാവിയിൽ അത് പ്രശ്നം വരുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ആശയേച്ചിയുടെ കാര്യത്തില് നമ്മൾ പറഞ്ഞ് ഒരു കോംപ്രമൈസ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഭാവിയിലായാലും ആശയേച്ചി എന്നുള്ളത് മാറ്റാൻ പറ്റുമെന്ന്. ഇപ്പൊ ശരത്തേട്ടനോട് ഞാൻ മുൻകൂർ ജാമ്യം എടുത്തതാണ്. ശരത്തേട്ടൻ എന്ന് പറഞ്ഞത് ഇപ്പൊ തൽക്കാലം ഷോ ആയതുകൊണ്ട് വിളിച്ചതാണ്. ഇപ്പോഴാണ് ആ ഡയലോഗ് ഓർമ്മ വരുന്നത്. ഏതാ? സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും പക്ഷെ ഇതുപോലൊരു അവസ്ഥാന്തരം ഇതിനു മുൻപ് കണ്ടിട്ടുള്ളൂ. അപ്പൊ ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ സന്തോഷം. ഓക്കെ, അപ്പൊ ശ്രീകുട്ടി പൊക്കൂടെ, ഞാനിവിടെ നടന്നു കണ്ടില്ലേ. താങ്ക് യു. സേഫ് എന്ന് പറഞ്ഞല്ലേ. താങ്ക് യു. അപ്പൊ എന്തായാലും നമ്മുടെ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലോട്ട് കടക്കുവാണ്. ഇനി എലിമിനേഷൻ. ജഡ്ജസ്, യെസ്, നമ്മളങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ അവസാന ചടങ്ങിലോട്ട് കടക്കുവാണ്, എലിമിനേഷൻ. അപ്പൊ ഒരാളാണ് ഇന്ന് ഡേഞ്ചർ സോണിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു മത്സരാർത്ഥിയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്താലോ? നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ആതിര വിജയൻ. ആതിര കഴിഞ്ഞ ആഴ്ചയും ഡേഞ്ചർ സോണിൽ എത്തിയ ആളാണ്. പക്ഷെ കഴിഞ്ഞ ആഴ്ച കൂട്ടിന് കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഒറ്റയ്ക്കാണ്. എന്താണ് ഫീൽ ചെയ്യുന്നത് ഒറ്റയ്ക്ക് വന്നപ്പോ? കൂട്ടത്തിലുള്ളവരെല്ലാം പാടി സേഫ് ആയിരിക്കുവാണ്. നമുക്കും അവരുടെ കൂട്ടത്തിൽ ചെന്നിരിക്കാൻ പറ്റൂലേ? മാക്സിമം ട്രൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ കാറ്റിൽ ഇളം കാറ്റിൽ പറഞ്ഞ പാട്ടാണ്. സുശീലാമ്മയുടെ പാട്ട്. വീണ്ടും സുശീലാമ്മയുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. അതെ, ഞാൻ ഈ സീസണിൽ ഇന്നാണ് ആദ്യത്തെ സുശീലാമ്മയുടെ പാട്ട് പാടിയത്. എന്തായാലും നന്നാവട്ടെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം. കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം. ശകുന്തള പാടിയ മായാമോഹനഗാനം. മാലിനി തീരത്ത് ശകുന്തള പാടിയ മായാമോഹനഗാനം. ഇതാ 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 ആ
ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം. നന്നായിരുന്നു. താങ്ക് യു. Musical vibe. The mega finale. Musical vibe. അതിരാ ഡെയിൻ. എന്തു പറ്റി? വല്ലാതെ ഒരു ഡൗൺ ആണല്ലോ ആള്. അല്ല എനിക്ക് വിഷമമൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ആസ് യൂഷ്വൽ. നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ല. ഇപ്പൊ എന്തായാലും റിസൾട്ട് എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ആതിര പറഞ്ഞ ഒരു കാര്യം എടുത്തു പറയാണ്. അപ്പൊ ആതിര നേരത്തെ പറയുകയുണ്ടായി, മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ന് സുശീലാമ്മയുടെ പാട്ട് പാടിയതെന്ന്. അതെ, ചാപ്റ്റർ 1 ഞാൻ 2 സോങ് ആയിരുന്നു പാടിയിരുന്നു. അതിന് നല്ല മാർക്കൊക്കെ കിട്ടിയിരുന്നു അല്ലെ? നല്ല കമന്റ്സ് ഒക്കെയാണ് കിട്ടിയത്. അപ്പൊ നമ്മുടെ ഒരു സ്ട്രോങ് ഏരിയ ആയിരുന്നു. അപ്പോ ആ ഒരു പാട്ട് അല്ലെങ്കിൽ സുശീലാമ്മയുടെ മറ്റൊരു നല്ലൊരു ഗാനം ഇന്ന് ആലപിച്ചു. ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? ഞാൻ ഇപ്പൊ നമ്മള് ഡേഞ്ചർ സോണിൽ വന്നാൽ ഏത് പാട്ട് പാടും എന്ന് ചിന്തിക്കുമല്ലോ. അപ്പൊ ഞാൻ ആദ്യം മനസ്സിൽ വന്നൊരു പാട്ട് കാറ്റിലേളം കാറ്റിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എടുത്തതാണ്. ഇത് തുടർച്ചയായ 2ാം തവണയാണ് ഡേഞ്ചർ സോണിൽ എത്തുന്നത്. അതെ. അതിന് കാരണം ആതിരയ്ക്ക് എന്ത് തോന്നുന്നു? ആതിര മോശമായി പാടുന്നതിനേക്കാൾ അപ്പുറം കൂടെയുള്ളവർ നന്നായി പാടി മുന്നേറുന്നു. കാരണം ഇതിപ്പോ 10ാം വാരമാണ്. നമ്മുടെ മത്സരം കുറച്ച് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഫിനാലിലോട്ട് എത്താൻ ഇനി കുറച്ച് ആഴ്ചകൾ മാത്രം നിങ്ങൾക്ക് താണ്ടിയാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും വാശിപൂർവ്വമാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന ഓരോ മിസ്റ്റേക്കുകൾക്കും വലിയ വില കൊടുക്കേണ്ടി വരും. റിസൾട്ട് പറയട്ടെ? ഓക്കേ. എല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. ആതിര ഇവിടെ തുടരണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കോമ്പറ്റീഷനാണ്, മെഗാ ഫൈനലാണ്. നിങ്ങളെല്ലാവരും ഒരുപാട് റൗണ്ടുകൾ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരുപാട് ഫിനാലുകളൊക്കെ കണ്ട ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ കാണുന്ന നമുക്കും വല്ലാത്തൊരു വിഷമമാണ്. റിസൾട്ട് എന്തായാലും നമുക്കെല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്ന റിസൾട്ട് ആകണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പക്ഷേ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിനാലെ ആകുമ്പോഴേക്കും മത്സരാർത്ഥികൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. എലിമിനേഷൻ ഇവിടെ അനിവാര്യമാണ്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരും മോശം ഗായകരല്ല. നിങ്ങൾക്ക് അന്നാന്ന് പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു 5 മിനിറ്റ് പറ്റുന്ന ചെറിയ മിസ്റ്റേക്കുകളായിരിക്കാം നിങ്ങളെ ഡേഞ്ചർ സോണിൽ എത്തിക്കുന്നതും ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യിപ്പിക്കുന്നതും. അപ്പൊ എന്ത് റിസൾട്ട് വന്നാലും നേരിടണം. ഹാപ്പിയാണ്. ഇത്രയും എത്താൻ പറ്റിയല്ലോ. ഇപ്പോൾ എലിമിനേഷനിൽ പാടിയത് കൂട്ടി എനിക്ക് ഒരു 14 സോങ് ഇവിടെ പാടാൻ പറ്റി. അത് കുറേ പേർക്ക് കിട്ടാതെ പോയ ഭാഗ്യം കൂടെയാണ്. ഈ സ്റ്റേജിൽ വരണമെന്ന് കൊതിച്ച ഒരുപാട് പേരുണ്ടാവും, ഇപ്പോഴും കൊതിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെ, അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. അവർക്ക് കൂടി വേണ്ടിയാണ് ആതിര ഇവിടെ വന്നത്. ഒരുപാട് നല്ല പാട്ടുകൾ വേദിയിൽ പാടാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്, വിഷമമൊന്നുമില്ല. റിസൾട്ട് പറയട്ടെ? ഓക്കെ. എന്തായാലും ആതിരയുടെ റിസൾട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ റിസൾട്ടിന് മാറ്റമൊന്നും വരില്ല. പക്ഷെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു ചെറിയ ചടങ്ങുണ്ട്. ബാക്കി മത്സരാർത്ഥികളെല്ലാം എലിമിനേഷനിൽ എത്തിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി വോട്ട് ചെയ്യും. 10 പേരാണ് അവിടെ ഇരിക്കുന്നത്. നിങ്ങൾ 10 പേരും ആതിരയുടെ പേരാണ് എഴുതിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ആരൊക്കെ വോട്ട് ചെയ്തു എന്ന് ചോദിക്കുന്നില്ല, അവിടെ തന്നെ എടുത്തു വെച്ചോളൂ. ആതിര ഫ്രണ്ട്സാണ് അവർ. ആതിരെ ഒരുപാട് നാളുകളായിട്ട് അറിയുന്നവരാണ്. അപ്പൊ അവര് 10 പേരും ആതിരയ്ക്ക് തന്നെയായിരിക്കും വോട്ട് ചെയ്തിട്ടുണ്ടാവുക അല്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, അവരെനിക്ക് എന്തായാലും വോട്ട് ചെയ്യും, ഉറപ്പാണ്. പക്ഷെ അവരെല്ലാവരും വിജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നവരാണ്. പക്ഷെ ആതിര ഇവിടെ നിന്ന് പടിയിറങ്ങിയാൽ ഞങ്ങളെപ്പോലെ തന്നെ അവരുടെ മനസ്സും ഇടറും.
റിസൾട്ട് പറയട്ടെ? ഓക്കെ. ആതിര, മത്സരം പുരോഗമിക്കുമ്പോൾ മാറ്റങ്ങൾ ഇവിടെ അനിവാര്യമാണ്. അതുകൊണ്ട് ഐ ആം സോറി, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഡെയിൻ എവിടുന്ന് ഇത്രയും മലയാളം പഠിച്ച്? എന്താ ഇതിങ്ങനെ എന്തൊക്കെ വാക്കുകളാ ഡെയിൻ ഉപയോഗിക്കുന്നറിയോ? ആണോ? ഇത് എല്ലാ എലിമിനേഷനും ഇതന്നെ പറയണേ. പറഞ്ഞു ശീലായി. ആണോ? ഇടയ്ക്കൊരു പുകഴത്തിലാവാം അല്ലേ? അതെ. പക്ഷെ നല്ല, ഞാൻ ആദ്യമായിട്ടല്ലേ വരുന്നത്, നല്ല വൊക്കാബുലറി. താങ്ക് യു. ആദ്യമായിട്ട് എന്റെ വൊക്കാബുലറി ഒക്കെ അല്ലാതെ ഒരാള് പറയുന്നത് എന്നോടാണോ? ശരിയില്ല ഡെയിൻ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. മതി. അപ്പൊ ആതിര എന്തായാലും സേഫ് ആയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നമ്മള് ടെൻഷൻ അടിപ്പിക്കുന്ന എന്തിനാന്ന് അറിയാലോ? ഈ വഴിക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഡേഞ്ചർ സോൺ എന്ന് പറയുന്ന പരിപാടിയെ നമുക്ക് വേണ്ട. ഓക്കെ. അപ്പൊ നേരത്തെ പറഞ്ഞ ഞാൻ വീണ്ടും പറയാണ്, മത്സരം മുൻപോട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരാഴ്ച പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ. അതുകൊണ്ട് നിങ്ങളുടെ പാട്ടുകളിലൊന്നും അധികം മിസ്റ്റേക്കുകളൊന്നും വരാതെ അടിച്ചു പൊളിക്കാം. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ ചടങ്ങുണ്ട്. ആ ചടങ്ങിലോട്ട് കടന്നാലോ? ചെറുതല്ല, അത് വലിയ ചടങ്ങാണ്. പക്ഷെ ചെറിയ സമയത്തിനുള്ളിൽ തീരുന്ന ഒരു വലിയ ചടങ്ങ്. അതെ, അതൊക്കെ. 3 പേരാണ് ഇന്നത്തെ ദിവസം ഗോൾഡൻ ബസർ നേടിയെടുത്തത്. ആ 3 പേരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ലെറ്റ്സ് വെൽക്കം കീർത്തന, ശ്രീഷ്മ, ഒപ്പം ആതിര, വിജിത്ത്. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഇന്നത്തെ ദിവസം ഗോൾഡൻ ബസർ നേടിയെടുത്ത 3 മത്സരാർത്ഥികളാണ് എൻ്റെ ഇടവും വലവുമായി നിൽക്കുന്നത്. ശ്രീഷ്മ, കീർത്തന, ആതിര. നിങ്ങൾ 3 പേരും ഓരോ പ്രാവശ്യം ഇരുന്നിട്ടുണ്ട് അല്ലേ? എല്ലാവരും ഓരോ പ്രാവശ്യമാണ് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു 2ാം ഊഴമാണ്. ശ്രുതിയെ അവിടെ നിന്ന് മാറ്റി ആ കസേരയിലിരിക്കുന്നത് നിങ്ങളിൽ ആരായിരിക്കും? അപ്പൊ നമ്മൾ എന്തായാലും നേരത്തെ ഡേഞ്ചർ സോണിന്റെ സമയത്ത് വോട്ടിംഗ് നടത്തിയില്ലല്ലോ. അപ്പൊ ആ വോട്ടിംഗ് വെറുതെ അസാധുവാക്കാൻ പാടില്ല. അതെ. അപ്പോ ഇവർക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്തോളൂ. മ്യൂസിക്കൽ വൈബ്സ് എല്ലാരും വോട്ടുകൾ രേഖപ്പെടുത്തിയോ? രേഖപ്പെടുത്തി. അപ്പോ ഇവർ 3 പേരുമാണ് ഇന്ന് ഗോൾഡൻ ചെയറിൽ ഇരിക്കാനുള്ള മത്സരത്തിലുള്ളവർ. ഈ ഗോൾഡൻ ചെയറിൽ ശ്രീഷ്മ ഇരിക്കുമോ, കീർത്തന ഇരിക്കുമോ, അതോ ആതിര ഇരിക്കുമോ? ശ്രീഷ്മയ്ക്ക് വേണ്ടി വോട്ടുകൾ രേഖപ്പെടുത്തിയവർ നിങ്ങളിൽ ആരൊക്കെ? ശ്രുതി എസ് ബാബുവും ആതിരയുമാണ് ശ്രീഷ്മയ്ക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി കീർത്തനയ്ക്ക് വേണ്ടി വോട്ട് നൽകിയിട്ടുള്ളവർ ആരൊക്കെ? 2 പേരാണ് കീർത്തനയ്ക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്, ജോയ്സും നിഖിലയും. ഇനി ആതിരയ്ക്ക് വേണ്ടി വോട്ട് ചെയ്തവർ എത്ര പേരുണ്ട്? 4 വോട്ടുകളാണ് ആതിരയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ശ്രീകുട്ടി, ആതിര PT, അമൃത, ഒപ്പം ശ്രീകുട്ടി. ആതിര മൊത്തം 8 വോട്ടുകളാണുള്ളത്. അതിൽ 4 വോട്ടും ആതിരയ്ക്കാണ്. ഇവർക്ക് 2 പേർക്കും 2 വോട്ടുകൾ വീതം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ വോട്ടുകളല്ല നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുന്നത്. നിങ്ങൾ പാടിയ പാട്ടാണ്. നിങ്ങൾ എന്തിന്റെ ടെൻഷൻ? ഇത് ഡേഞ്ചർ സോൺ അല്ല. നിങ്ങൾ വന്ന് ഞാൻ മിണ്ടിയപ്പോ ടെൻഷൻ അടിച്ച് നിൽക്കാണല്ലോ. അല്ല, എനിക്കും പേടിയാവുന്നുണ്ട്. ആണോ? ഈ മ്യൂസിക് വന്ന എനിക്ക് എന്തെന്നറിയില്ല, വെറുതെ പേടിക്കാൻ തോന്നും. പിള്ളേര് സന്തോഷിക്കേണ്ട സമയമാണ്. ശ്രീഷ്മ, അതെ, കീർത്തന, ആതിര. അപ്പൊ 4 വോട്ടുകൾ ആതിര കിട്ടി, 2 വോട്ടുകൾ കീർത്തന, 2 വോട്ടുകൾ ശ്രീഷ്മ. ഇനി റിസൾട്ട് ആര് പറയണു? കൗണ്ട് ഡൗൺ. കൗണ്ട് ഡൗണിലൂടെ നമുക്ക് ഒരുമിച്ച് പറയുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ കൗണ്ട് ഡൗണിന് തയ്യാറാണോ എല്ലാവരും? 10, 9, 8, 7, 6, 5, 4,
3. അയ്യോ 3 4 3 Very good. 4 3 2 1. കൺഗ്രാറ്റുലേഷൻസ് ആതിര വിജിത്ത്. അങ്ങനെ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ 10ാം വാരത്തിൽ ഗോൾഡൻ ചെയർ നേടിയെടുത്തിരിക്കുന്നു ആതിര വിജിത്ത്. താങ്ക് യു. അപ്പൊ ആ സ്വർണ്ണ കിരീടം ചൂടി ആ സ്വർണ്ണ കസേരയിൽ ഇരിക്കണ്ടേ? ഇരിക്കണം. അപ്പോ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആയ ജോയ് ആണ് ആതിരയ്ക്ക് വേണ്ടി ആ കിരീടം അണിയിക്കേണ്ടത്. ഓക്കെ ആതിര. ശ്രീഷ്മ, കീർത്തന, നമുക്ക് ഇനിയും സമയമുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച, അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചകൾ, അങ്ങനെ ആഴ്ചകൾ കിടക്കുന്നുണ്ട് ഫിനാലിക്ക് മുമ്പ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ ഗോൾഡൻ ചെയർ നേടിയെടുക്കും. ഉറപ്പല്ലേ? വാക്കല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആതിര, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ 10ാം വാരമാണെന്ന്. അപ്പോൾ 10ാം വാരത്തിൽ സ്വർണ്ണ കിരീടം ചൂടി ഇതാ സ്വർണ്ണ കസേരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് തുടരുക, അല്ലെങ്കിൽ ആ ചെയർ നിലനിർത്തുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. പിന്നെ ശ്രീഷ്മ, കീർത്തന, നിങ്ങൾ രണ്ടുപേരും ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിലാണ് ആ ചെയർ മിസ്സായി പോയത്. കുഴപ്പമില്ല, നമുക്ക് ഇനി അവസരങ്ങളുണ്ട്, നമ്മൾ കയറി വരും. ഓക്കെ ജഡ്ജസ്. അങ്ങനെ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ ഇന്നത്തെ എപ്പിസോഡിന് നമ്മൾ തിരശ്ശീലയിടുകയാണ്. നമ്മുടെ മത്സരം കഴിഞ്ഞു, നമ്മുടെ ചെറിയ ചെറിയ ചടങ്ങുകൾ കഴിഞ്ഞു. അപ്പൊ ആദ്യം തന്നെ നന്ദി പറയേണ്ടത് ആശേച്ചിയുടെ അമ്മയോടും ശരത്തേട്ടനോടാണ്. ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. കാരണം നമ്മൾ ആശേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും ഓടി ഇവിടെ എത്തി. നമ്മൾ ആശേച്ചിയുടെ അടുത്ത് അതൊക്കെ പൊളിക്കോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ രണ്ടുപേരും നമ്മുടെ കൂടെ തന്നെ നിന്നു. അപ്പോൾ ഒരുപാട് നന്ദി. ഇനി ഈ വേദിയിൽ ഞങ്ങൾക്ക് കാണണം. ഓക്കെ, താങ്ക് യു. ഒപ്പം തന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ജോ വന്ന് ഇവിടെ കളർഫുൾ ആക്കി, പറയാതെ പറ്റില്ല. കാരണം നമ്മൾ ഇന്ന് ആശേച്ചിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു. 3 പേർക്ക് ഗോൾഡൻ ബസർ കിട്ടി. അപ്പൊ എന്തായാലും ഇനിയുള്ള എപ്പിസോഡുകളിലും ജോയെ ഞങ്ങൾ ആ ഒരു സീറ്റിൽ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന് ഗായത്രി, മഞ്ജരി, എന്തു പറ്റി മുഖത്തൊരു? അല്ല, ഞാന് ജോയിനെ കൊറേ വർഷത്തിന് ശേഷമാണ് ഞാനിങ്ങനെ അടുത്ത് കാണുന്നത്. അപ്പൊ അതേപോലെ അന്ന് കണ്ട അതേ സുന്ദരി, അതേ ചെറുപ്പം പേരിലും ഉണ്ട്, മുഖത്തും ഉണ്ട്, സൗന്ദര്യം ഇങ്ങനെ ഒഴുകാണ്. അപ്പൊ എന്തുകൊണ്ടും ഞങ്ങളുടെ സ്വന്തം ജാനകിക്കുട്ടി മയിലായി പറന്നുവാ, മഴവില്ല് തോൽക്കുമെന്നഴകേ എന്നും മയിലായി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ പറന്ന് നടക്കുക. ഗായത്രി, നമോ ഭഗവന്നാണോ? അപ്പൊ എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമ്മളിതാ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. പ്രേക്ഷകരെ, മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത ആഴ്ച പുതിയ റൗണ്ടുകളായിട്ട് നമുക്ക് കാണാം. ഇത് മലബാർ ഗോൾഡ് ഡയമണ്ട്സ് പ്രസൻസ് ഹാപ്പി ജാം സോസസ് പിക്കിൾസ് ആൻഡ് പീനട്ട് ബട്ടർ. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ സ്പെഷ്യൽ പാർട്ണർ അമൃതവേണി ഹെയർ എലിക്സർ, പവേർഡ് ബൈ MCR പ്യുവർ കോട്ടൺ ക്ലബ്. ബൈ, ഗുഡ് നൈറ്റ്.